സമ്മർദ്ദങ്ങൾ ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ദൈവം പൂർണ്ണ സമാധാനത്തിൽ സൂക്ഷിക്കുന്നതും കർത്താവിൻ്റെ വേലയിൽ വീണ്ടും എന്നെ ബലപ്പെടുത്തുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ മാസം ഞാൻ എഴുതിയ ഒരു പുസ്തകം ഈ വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. ക്ഷമിക്കണം, അത് ഇംഗ്ലീഷിലാണ് എഴുതിയത്, ഇംഗ്ലീഷ് ബുക്കാണ്. അതിൻ്റെ മലയാളം ചെങ്ങന്നൂരിലെ പുത്തങ്കാവ് അസംബ്ലിയിലുള്ള ഒരു അധ്യാപകൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എഴുതിയ പുസ്തകം ഡെത്ത് ആൻഡ് ആഫ്റ്റർ ലൈഫ്, മരണവും മരണാനന്തര ജീവിതവും. ഇത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, ഒരു ഇംഗ്ലീഷ് ബുക്കാണ്. ഒരുപാട് പേര് ഒരു മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ മീഡിയയിലൂടെ പ്രിയപ്പെട്ടവൻ പറഞ്ഞ പോലെ ധാരാളം പേര് സഭാ ഭേദമന്യേ എൻ്റെ മെസ്സേജുകൾ കേൾക്കുന്നുണ്ട്. ഈ ബുക്കുകൾ മേടിക്കുമ്പോൾ യാക്കോബക്കാരൊക്കെ 2 മാതാക്കളെ ഞാൻ ഓർക്കുന്നു. ഒരാൾ എന്നോട് പറഞ്ഞു 20 കോപ്പി വേണം, 20 കോപ്പി മേടിച്ചു. വേറൊരാൾ പറഞ്ഞു എനിക്ക് 10 കോപ്പി വേണം. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് കൊടുക്കാനാണ്, മരണവും മരണശേഷം എന്താണെന്നുള്ളത് അറിയിക്കാൻ. 20ഉം 10ഉം 15ഉം കോപ്പിയൊക്കെയാണ് അവർ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് ഇംഗ്ലീഷ് എഴുതാൻ കാരണം ഇപ്പോഴത്തെ തലമുറയെ ഓർത്തിട്ടാണ്. മലയാളം അവർ വായിക്കില്ല. വാസ്തവത്തിൽ ഈ ബുക്ക് മേടിച്ച് അവിശ്വാസികൾക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഇളയം തലമുറയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഞാനത് എഴുതിയിരിക്കുന്നതാണ്. ഇത് ലാഭത്തിനൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഈ ബുക്കിൻ്റെ വില 200 രൂപ ഇട്ടിട്ടുള്ളൂ. ഞാനത് 100 രൂപയ്ക്ക് കൊടുക്കുന്ന ബുക്കാണ്. ആരെങ്കിലും എന്നോട് മേടിക്കുകയാണെങ്കിൽ 100 രൂപയ്ക്ക് കൊടുക്കും. മറ്റേ ബുക്ക് ഷോപ്പിൽ ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാൻ മെയിൽ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ 200 രൂപയോളം എടുക്കും. എന്നാലും എൻ്റെ കയ്യിലുള്ള ബുക്ക് കാറിൻ്റെ ഡിക്കിലുണ്ട്. ഞാൻ നാളെ ആർക്കെങ്കിലും വേണമെങ്കിൽ തരാം. ഒരു കോപ്പിക്ക് 100 രൂപയേ ഉള്ളൂ. മേടിച്ച് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും. മലയാളം ഇതിന് കിട്ടുന്ന പൈസ മാറ്റിവെച്ച് മലയാളം കോപ്പി പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയാണ്. ഒരു ലാഭത്തിന് വേണ്ടിയോ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയോ ചെയ്യുന്നതല്ല. ഈ സത്യങ്ങൾ അനേകരറിയാൻ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. വേർപെട്ട വിശ്വാസികളെക്കാട്ടി കൂടുതൽ മറ്റ് സാമുദായിക പശ്ചാത്തലമുള്ളവർ ഈ വിഷയങ്ങൾ അറിയാൻ വേണ്ടി വളരെ വ്യഗ്രത കാണിക്കുകയും അവരാണ് കൂടുതൽ ബുക്കുകൾ മേടിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് വളരെ പ്രോത്സാഹനജനകമാണ്. ആർക്കെങ്കിലും ഈ ബുക്ക് വേണമെങ്കിൽ നാളെ വൈകിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവരും, നിങ്ങൾക്കപ്പോൾ മേടിക്കാം. ഞാൻ അത് ആദ്യമായിട്ടാണ് ഇവിടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. കഴിഞ്ഞ മാസം ഈ ബുക്ക് റിലീസ് ചെയ്തേ ഉള്ളൂ. നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്ന പോലെ വേദപുസ്തക പ്രവചനങ്ങളെ ആധാരമാക്കി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 50 വർഷം 1974 തൊട്ട് ബൈബിളിൻ്റെ പ്രവചനങ്ങളിൽ തൽപരനായി തീർന്ന ഒരു വേദവിദ്യാർത്ഥിയാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവത്തിന് എന്നെക്കൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശം സാധിപ്പിച്ചെടുക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. എത്രയോ പേര് ഹൈന്ദവരുൾപ്പെടെ എത്രയോ പേർ യേശുക്രിസ്തുവിനെ കണ്ടെത്തുവാൻ, രക്ഷിക്കപ്പെടുവാൻ, ബൈബിള് സത്യമാണെന്നും ഒക്കെ അവർക്ക് ബോധ്യമായി രക്ഷിക്കപ്പെടുവാൻ ഈ ദൂതുകൾ ഇടയാക്കി മാറ്റിയിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെയും പ്രസംഗിക്കാൻ വരുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. ഞാൻ ഒരു സ്ഥലത്തും പോകാൻ അങ്ങനെ സ്വന്തമായി ആഗ്രഹിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാറില്ല. ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയുള്ളൂ. ദൈവം അയക്കുന്നിടത്ത് ദൈവജനം പ്രസംഗിക്കുക. ഇവിടെ 2 രാത്രികളിൽ വലിയ കൂട്ടമല്ലെങ്കിലും ദൈവത്തിനെന്തോ ഉദ്ദേശമുണ്ട് എന്നെ ഇവിടെ അയച്ച് ഈ ദൂത് ഇവിടെ അറിയിക്കാൻ. ഞാൻ അതുകൊണ്ട് വളരെ വിശ്വസ്തയോടെ ഇനിയുള്ള സമയം ഒട്ടും നഷ്ടമാക്കാതെ ഏതാണ്ടൊരു 1.25 മണിക്കൂർ ഞാൻ ഈ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. 9 മണിക്ക് യോഗം അവസാനിക്കണമെന്ന് പറഞ്ഞു. ഒരു 8:45 ആകുമ്പോൾ ഞാൻ പ്രസംഗം നിർത്തിക്കൊള്ളാം. വളരെ ദീർഘമായൊരു ടോപ്പിക്കാണ് ഞാൻ എടുക്കാൻ ആഗ്രഹിച്ചത്. ദൈവം തരുന്ന പ്രേരണയ്ക്കനുസരിച്ച് ഞാൻ പ്രസംഗിച്ചുകൊള്ളാം. നാളെ അതിൻ്റെ തുടർന്ന് പ്രസംഗിക്കണമെങ്കിൽ ഞാൻ തുടർന്ന് പ്രസംഗിച്ചുകൊള്ളാം. 5 അധ്യായങ്ങൾ കോർത്തിണക്കി കിടക്കുന്ന ഒരു വേദഭാഗമാണ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. എസെക്കിയേൽ പ്രവചനം 35, 36,
37, 38, 39. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. എസെക്കിയേൽ പ്രവചനം 35, 36, 37, 38, 39. ഈ 5 അധ്യായങ്ങൾ ഒരു വിഷയമാണ് പ്രതിപാദിക്കുന്നത്. ഞാൻ ആ ഭാഗങ്ങൾ ഇന്നും നാളെയുമായിട്ട് എടുത്ത് ചൂണ്ടിക്കാണിക്കാം. ഒരേ വിഷയം 5 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് സൂക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഓർക്കണം, എസെക്കിയേൽ പ്രവാചകൻ ബാബേലിൽ പിടിക്കപ്പെട്ട് ദാനിയേലിനോടുകൂടെ സമകാലീനനായി പോയി കിടന്ന ഒരു വ്യക്തിയാണ്. ദാനിയേൽ പ്രവാസത്തിൽ, ബാബിലോൺ പ്രവാസത്തിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സമകാലീനനായി കിടന്ന ഒരു വ്യക്തിയാണ് എസെക്കിയേൽ പ്രവാചകൻ. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് ഏതാണ്ട് 600 വർഷങ്ങൾക്ക് മുമ്പാണ്, അപ്രോക്സിമേറ്റ്ലി ഞാൻ പറയുകയാണ്, ഏതാണ്ട് ക്രിസ്തുവിന് 600 വർഷം മുമ്പാണ് ബാബേലിൽ ഇവർ പ്രവാസികളായി പോകുന്നത്. മറ്റു ഇതിൽ പറഞ്ഞാൽ ഇന്നേക്ക് ഏതാണ്ട് 2600 വർഷം മുമ്പാണ്. പ്രിയപ്പെട്ട എൻ്റെ കേൾവിക്കാരോട് പ്രാരംഭമായി ഞാൻ പറയട്ടെ, ഈ എസെക്കിയേൽ പ്രവാചകൻ ഇത് രേഖപ്പെടുത്തുന്നത് ഏതാണ്ട് 2600 വർഷം മുമ്പാണ്. അന്ന് കാലത്തിന്റെ അന്ത്യം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് മുമ്പ് നടക്കുന്ന വിഷയങ്ങൾ ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. നമ്മൾ ഓർക്കണം, ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലയളവ്. ഇസ്രയേലിനുള്ള ബന്ധത്തിൽ നമുക്കറിയാം, ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളുമായി ഇസ്രയേൽ യുദ്ധത്തിലായിരുന്നു. പ്രാരംഭമായി നമുക്കറിയാം, ഹാമാസിനുള്ള ബന്ധത്തിൽ ഗാസയിൽ അവർ യുദ്ധം ആരംഭിച്ചു. അതിന്റെ ശേഷം ലെബനോനിൽ യുദ്ധം ആരംഭിച്ചു. ഇതിന്റെ മധ്യത്തിൽ ഇറാഖിൽ അവർ ബോംബ് ചെയ്തു, സിറിയയിൽ ബോംബ് ചെയ്തു, ഇറാനിൽ ബോംബ് ചെയ്തു. ഇസ്രയേലിന്റെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിൽ അവർ ബോംബ് ചെയ്യുന്നതും തകർക്കുന്നതും നമ്മൾ കാണുന്നു. അനേകര് വിളിച്ചു ചോദിച്ചു, പലരും സംശയിച്ചു, റഷ്യ ഇതിനകത്ത് ഏർപ്പെടും, റഷ്യ ഇടപെട്ട് ഇതൊരു മൂന്നാം ലോകയുദ്ധമായിട്ട് തീരുമെന്ന് ലോകത്തിൽ അനേകരെ ചിന്തിച്ചുപോയി. എന്നെ പലരും വിളിച്ചു ചോദിച്ചു, ഇത് റഷ്യ ഇൻവോൾവ് ചെയ്ത് മൂന്നാം ലോകയുദ്ധമായി തീരുമോ എന്ന് ചോദിച്ചപ്പോൾ ബൈബിളിന്റെ വെളിച്ചത്തിൽ തീർത്ത് ഞാൻ പറഞ്ഞു, റഷ്യ ഇപ്പോൾ ഇടപെടില്ല, ഇത് മൂന്നാം ലോകയുദ്ധമായി തീരില്ല. എന്നാൽ ഇത് അതിലേക്ക് നയിക്കുന്ന വസ്തുതകളാണ് എന്നുള്ളത് വാസ്തവമാണ്. ഈ സത്യങ്ങൾ ഗ്രഹിക്കാൻ ദൈവം നമ്മോടൊരു കാര്യം പറയുന്നുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിച്ചു നോക്കണം എന്ന് പറയുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചില്ല, പക്ഷേ വായിച്ചു പോകട്ടെ. യെശയ്യാപ്രവചനം 34-ാം അധ്യായം സാധാരണ പബ്ലിക് മീറ്റിങ്ങുകളിൽ ഞാൻ ആരംഭത്തിൽ വായിച്ചു കേൾപ്പിക്കുന്ന ഒരു വാക്യമാണ്. ഞാൻ എസെക്കിയേലിൽ മടങ്ങി വരികയാണ്. യെശയ്യാപ്രവചനം 34-ാം അധ്യായം. ഇങ്ങനെയുള്ള സംശയങ്ങൾ മനുഷ്യ മനസ്സിൽ അങ്കുരിക്കുമ്പോൾ എന്താണ് നാളെ നടക്കുന്നത്? രാഷ്ട്രങ്ങൾ മൂന്നാം ലോകയുദ്ധത്തിലേക്ക് പോവുകയാണോ? റഷ്യ യുദ്ധത്തിൽ ഏർപ്പെടുമോ? ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ അങ്കുരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ദൈവത്തിന്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. യെശയ്യാവ് 34-ന്റെ 16 വാക്യം. ആരെങ്കിലും വായിക്കുന്നെങ്കിൽ വായിച്ചുകൊള്ളുക. ആരോ വന്ന് ചോദിച്ചു വായിക്കണോ? യെസ്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതിരിക്കയില്ല, ഒന്നിനും ഇണ ഇല്ലാതിരിക്കയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം നമ്മൾ ഓർക്കണം, ദൈവം എത്ര വില കൊടുത്താണ് നമ്മുടെ കരങ്ങളിൽ തന്നത്. ഈ പുസ്തകം നശിപ്പിക്കുവാൻ എത്രയോ പേര് ആഗ്രഹിച്ചു, ഇത് ചുട്ടരിച്ചു, ഇത് നശിപ്പിക്കുവാൻ കിണഞ്ഞ് പരിശ്രമിച്ചു. എന്നാൽ നാം ഇവിടെ വായിച്ചു, അവന്റെ ആത്മാവാണ് അതിനെ കൂട്ടിവരുത്തിയത്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ദൈവാത്മാവ് ഈ വചനങ്ങളെ കാത്തു സൂക്ഷിച്ചു. ഞാനതിന്റെ വിശദീകരണത്തിൽ പോകുന്നില്ല. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ബൈബിള് യഹോവയുടെ പുസ്തകം എന്നാണ് അതിന് പേര് കൊടുത്തത്. ദൈവത്തിന് പല പേരുകൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. എന്തിനാണ് ബൈബിളിൽ ദൈവത്തിന് ഈ പുസ്തകത്തിന്, വേദപുസ്തകത്തിന് യഹോവയുടെ പുസ്തകം എന്ന് പേര് കൊടുത്തത്? ഒരു നിമിഷം ഞാൻ അവിടെ ഒന്ന് നിന്നുകൊള്ളട്ടെ. ദൈവത്തിന് ഓരോ പേരുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് പ്രത്യേക ആശയവും അർത്ഥമുണ്ട്. യഹോവ എന്ന വാക്ക്
ഇംഗ്ലീഷിൽ ഭാഷാന്തരം ചെയ്തപ്പോൾ ലോഡ് എന്നാണ്, എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ LORD, ലോഡ്. ജർമ്മൻ ഭാഷയിലേക്ക് മാർട്ടിൻ ലൂതർ വേദപുസ്തകം വിവർത്തനം ചെയ്തപ്പോൾ യഹോവ എന്ന വാക്കിന് അദ്ദേഹം കൊടുത്ത വാക്ക്, അതിന്റെ ശരിയായ അർത്ഥമാണ് ദ എറ്റേണൽ വൺ, നിത്യനായവൻ. യഹോവ എന്ന വാക്കിന്റെ അർത്ഥം നിത്യനായി നിലകൊള്ളുന്നവൻ എന്നാണ്. സമയത്തിന് അതീതനായവൻ, മാറ്റമില്ലാത്തവൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഞാനും നിങ്ങളും സമയത്തിന്റെ പരിധിക്കുള്ളിൽ ജീവിക്കുന്നവരാണ്. നാളെ എന്ത് നടക്കുമെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഇന്നലത്തെ കാര്യങ്ങളും ഇന്നത്തെ കാര്യങ്ങളും നമുക്ക് പറയാം, നാളെ എന്തെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ സമയത്തിന് അതീതനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് മാത്രമേ ഭാവിയെ കുറിച്ച് പറയുവാൻ കഴിയുള്ളൂ. നമ്മൾ ഓർക്കണം, ഈ വേദപുസ്തകം നമ്മുടെ കരങ്ങളിൽ തരാൻ ഏതാണ്ട് 1500 വർഷം എടുത്തു ഈ 66 ഗ്രന്ഥങ്ങൾ എഴുതി പൂർത്തീകരിപ്പാൻ. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കി. 40 വ്യത്യസ്ത എഴുത്തുകാർ, 55 തലമുറകൾ, 1500 വർഷം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഗ്രന്ഥം അതിൽ തന്നെ അത്ഭുതമല്ലേ? 1500 വർഷത്തിന്റെ അന്തരത്തിൽ 40 വ്യത്യസ്ത എഴുത്തുകാർ, 55 തലമുറകളുടെ അന്തരത്തിൽ ദൈവം അവരെ കൊണ്ട് രേഖപ്പെടുത്തി, അവന്റെ ആത്മാവതിനെ കൂട്ടിവരുത്തി ഒരു പുസ്തകമായി നമ്മുടെ കരങ്ങളിൽ നിന്ന് തന്നപ്പോൾ ദൈവം നമ്മോട് പറയുകയാണ്, ഈ പുസ്തകം യഹോവയുടെ പുസ്തകമാണ്, നിത്യനായ ദൈവത്തിന്റെ പുസ്തകമാണ്. നിങ്ങൾക്ക് എന്ത് അറിയണം? ഇതിലോട്ട് നോക്കുക. കാലത്തിനതീതനായ ദൈവവും ഈ പുസ്തകത്തിൽ നമുക്ക് വേണ്ടതെല്ലാം, ഭാവിയെ സംബന്ധിച്ചുള്ളതെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. 18 ഗ്രന്ഥങ്ങൾ പ്രവചന ഗ്രന്ഥങ്ങളാണ്. വേദപുസ്തകം രേഖപ്പെടുത്തിയപ്പോൾ ഏതാണ്ട് 30% പ്രവചന രൂപേണ രേഖപ്പെടുത്തി തന്നതാണ്. പഴയ നിയമത്തിൽ 17 ഗ്രന്ഥം, പുതിയ നിയമത്തിൽ 1 ഗ്രന്ഥം പൂർണ്ണമായി പ്രവചന വിഷയങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. എന്താണ് ബൈബിളിന്റെ പ്രവചനങ്ങൾ? ഭാവിയെ സംബന്ധിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. രാഷ്ട്രങ്ങളെ സംബന്ധിച്ച്, മാനവരാശിയെ സംബന്ധിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ദൈവം മുമ്പുകൂട്ടി നമുക്ക് രേഖപ്പെടുത്തി തന്നതാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചന സൂക്തങ്ങൾ. പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഏതാണ്ട് ഈ ബൈബിള് രേഖപ്പെടുത്തി ഇത് പൂർത്തീകരിച്ചു തന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. പഴയ നിയമ ഏടുകൾ എഴുതിയത് ഏതാണ്ട് 2400 വർഷം മുമ്പാണ്. 2400 വർഷം മുമ്പ്, 2000 വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. കാലത്തിന്റെ അന്ത്യം വരുമ്പോൾ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് സംഭവിക്കുമ്പോൾ ലോകരാഷ്ട്രീയം എങ്ങനെയായിരിക്കും, ഇതിന്റെ ഗതി എങ്ങനെയായിരിക്കുമെന്ന് രേഖപ്പെടുത്തി തരികയാണ്. ദൈവത്തിനല്ലാതെ മറ്റാർക്കും അത് പറയുവാൻ നിവൃത്തിയില്ല. പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ മാത്രമേ പ്രവചനങ്ങൾ കാണുന്നുള്ളൂ. നമ്മള് യെശയ്യാവ് തന്നെ അതിന്റെ 41-ാം അധ്യായം എന്നെടുക്കുമ്പോൾ ദൈവം മറ്റ് ദേവന്മാരെ വെല്ലുവിളിക്കുന്നുണ്ട്. എങ്ങനെയാണ് വെല്ലുവിളിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾ ശരിയായ ദൈവമാണോ? നിങ്ങൾ യഥാർത്ഥമായ ദൈവമാണോ? ദൈവമാണെങ്കിൽ നിങ്ങൾ ഭാവിയെ കുറിച്ചൊന്ന് പറയാമോ? നോക്കിയേ, 41-ാം അധ്യായത്തിന്റെ 21-ഉം 22-ഉം വാക്യം നോക്കി. 41-ന്റെ 21-ഉം 22-ഉം നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുന്ന യഹോവ കൽപ്പിക്കുന്നു, നിങ്ങളുടെ ന്യായങ്ങൾ കാണിപ്പീനെന്ന് യാക്കോബിന്റെ രാജാവ് കൽപ്പിക്കുന്നു. സംഭവിപ്പാനുള്ളത് അവർ കാണിച്ച് നമ്മോട് പ്രസ്താവിക്കട്ടെ. നാം വിചാരിച്ചതിന്റെ അവസാനം അറിയേണ്ടതിന് ആദ്യ കാര്യങ്ങൾ ഇന്നിന്നവയെന്ന് അവർ പ്രസ്താവിക്കട്ടെ. അല്ലെങ്കിൽ സംഭവിപ്പാനുള്ളത് നമ്മെ കേൾപ്പിക്കട്ടെ. അടുത്ത ഭാഗം കൂടെ നോക്കിയേ. നിങ്ങൾ ദേവന്മാരെന്ന് ഞങ്ങൾ അറിയേണ്ടതിന് മേലാൽ വരുവാനുള്ളത് പ്രസ്താവിപ്പീൻ. Declare unto us the things that to come, that we may know that you are gods. നിങ്ങൾ ദൈവമാണെന്ന് ഞങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഭാവി പറയുവാൻ കഴിയുമോ? ദൈവം സമയത്തിന് അതീതനാണ്. ദൈവം നിത്യനാണ്. നിത്യനായ ദൈവത്തിന് മാത്രമേ 100 വർഷം കഴിയുമ്പോൾ, 500 വർഷം കഴിയുമ്പോൾ, 1000 വർഷം കഴിയുമ്പോൾ ലോകരാഷ്ട്രീയഗതി എങ്ങനെയാണ് എന്നുള്ളത് പറയുവാൻ കഴിയുന്നത് സമയത്തിന് അതീതനായ ഒരു ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ.
അതുകൊണ്ടാണ് ദൈവം മറ്റ് ദേവന്മാരെ വെല്ലുവിളിക്കുന്നത്. നിങ്ങൾ ദേവന്മാരെങ്കിൽ, നിങ്ങൾ ദൈവമാണെങ്കിൽ നിങ്ങൾ ഭാവിയെ കുറിച്ചൊന്ന് പറയുക. എന്തുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ മാത്രം ഈ പ്രവചനങ്ങൾ? ഇതാണ് അതിന്റെ കാരണം. ഇത് യഹോവയുടെ പുസ്തകമാണ്, ഇത് ദൈവത്തിന്റെ പുസ്തകമാണ്. ദൈവമാണ് നമ്മോട് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് മറക്കാതെ പ്രത്യേകം ഓർക്കുക. ഈ വിഷയങ്ങൾ പറയുമ്പോൾ ഞാൻ ഓർപ്പിച്ചു, എസെക്കിയേലിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. ഏതാണ്ട് 2600 വർഷം മുമ്പ് ദൈവം പറഞ്ഞ പ്രവചനങ്ങളാണ്, എസെക്കിയേലിലൂടെ ദൈവം രേഖപ്പെടുത്തിയ പ്രവചന ഭാഗങ്ങളാണ് 35 തൊട്ട് 5 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. ഈ 5 അധ്യായങ്ങളിൽ മുന്തി നിൽക്കുന്നത് ഒരു വിഷയമാണ്. ആ ഭാഗം നമുക്ക് നോക്കാമെന്നാൽ ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിന്റെ 38 അധ്യായത്തിന്റെ 8 വാക്യം ഒന്ന് വായിക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. 38 അധ്യായത്തിന്റെ 8 വാക്യം. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. അടുത്ത ഭാഗം. നീ മഴക്കോൾ പോലെ കയറി വരും. നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെയുള്ള പല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും. യെസ്, ഇവിടെ ഈ വേദഭാഗം രേഖപ്പെടുത്തിയത് 2600 വർഷം മുമ്പാണ്. നമ്മൾ ഓർക്കണം, 2600 വർഷം മുമ്പ് ഇത് രേഖപ്പെടുത്തി. അവിടെ ദൈവം എഴുതി വച്ചിരിക്കുകയാണ്, ഏറിയ നാൾ കഴിയണം, ആഫ്റ്റർ മെനി ഡേയ്സ് എന്നത് സംഭവിക്കും. അവിടെ തന്നെ പറയുന്നുണ്ട്, നീ ഒടുക്കം വന്നു ചേരും, ഇൻ ദ ലേറ്റർ ഡേയ്സ്. വളരെ വ്യക്തമായ ഒരു സത്യം അറിയാം. ഈ പ്രവചനങ്ങൾ 2600 വർഷം മുമ്പ് രേഖപ്പെടുത്തിയതാണെങ്കിലും അനേക നാളുകൾക്ക് ശേഷമേ ഈ പ്രവചനം നിവർത്തിക്കപ്പെടുകയുള്ളൂ എന്ന് ദൈവം രേഖപ്പെടുത്തുക മാത്രമല്ല, ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞു, ഇത് സംഭവിക്കേണ്ടത് ഒടുക്കത്തെ നാളിലാണ്, ഇൻ ദ ലേറ്റർ ഡേയ്സ്. ഞാനും നിങ്ങളും വന്നെത്തിയത് ഒടുക്കത്തെ നാളുകളിലാണെന്ന് ഗ്രഹിപ്പാൻ കഴിയുന്നത് ഈ ഒരധ്യായം, അല്ലെങ്കിൽ ഞാൻ ഓർപ്പിച്ച പോലെ ഈ 5 അധ്യായങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ 5 അധ്യായങ്ങളിൽ അവസാനം നടക്കുന്ന യുദ്ധത്തിന്റെ കാരണം ദൈവം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ആരാണ് ഈ മഴക്കോൾ പോലെ കയറി വരുന്നത്? നമുക്കറിയാം, മഴക്കോൾ പോലെ കയറി വരിക കഴിഞ്ഞ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ മറക്കാതെ ഓർമ്മയുണ്ട്. ഇറാൻ ഏതാണ്ട് 200 മിസൈലുകൾ ഇസ്രയേലിന്റെ നേരെ തൊടുത്തുവിട്ടു. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് മാനവരാശി ഉണ്ടായത് മുതൽ ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇസ്രയേൽ മൗനമായിരിക്കുകയാണ്. ഇസ്രയേൽ റിറ്റാലിയേറ്റ് ചെയ്യും, അവർ പ്രതികരിക്കുമെന്ന് ലോകത്തിന് അറിയാമായിരുന്നു. എന്നാൽ അവർ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഏതാണ്ട് 125 യുദ്ധവിമാനങ്ങൾ ഒരുപോലെ കടന്നുപോയി ഇറാനിൽ ബോംബ് വർഷിപ്പിച്ചത് നമ്മൾ കണ്ടു. 120 യുദ്ധവിമാനങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതൊരു നിസ്സാര കാര്യമല്ല. ഞാൻ ഒരിക്കല് ജോലി ചെയ്യുന്ന കാലത്ത് ഞാൻ എൻ്റെ മുറിയിൽ നിൽക്കുമ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടായതുപോലെ ഒരു ശബ്ദം കേൾക്കാം. ചാടി ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എന്താണ് ഈ സംഭവിച്ചെന്നറിയാൻ നോക്കിയപ്പോൾ 2 യുദ്ധവിമാനങ്ങൾ താന്നു പറക്കുകയാണ്. യുദ്ധവിമാനങ്ങളുടെ ശബ്ദം ആ ദേശത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ഇവിടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഏതാണ്ട് 120 യുദ്ധവിമാനങ്ങൾ ഇസ്രയേലിൻ്റെത് ഇറാന്റെ മുകളിൽ ബോംബ് വർഷിപ്പിക്കുമ്പോൾ അവിടെയുള്ള സാഹചര്യം എന്ന് ഓർത്തി. എന്തിനാ ഞാനത് പറഞ്ഞത്? ഇവിടെ വളരെ വ്യക്തമായി ഇസ്രയേൽ പർവ്വതങ്ങളിൽ നീ മഴക്കോൾ പോലെ കയറി വരും. അവിടെ തീരുകയല്ല. അതിന്റെ 38 അധ്യായത്തിന്റെ 9 വാക്യത്തിലും 16 വാക്യത്തിലും ഉണ്ട്, ദേശത്തെ മറയ്ക്കേണ്ടതിന് നീ ഒരു മേഘം പോലെ നീ എന്റെ ജനമായി ഇസ്രയേലിന്റെ നേരെ വരും.
അതായത് മേഘം പോലെ എയർഫോഴ്സ്, അതായത് ആകാശത്തുകൂടെ വിമാനങ്ങൾ മേഘം പോലെ മൂടി വരും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഈ രാജ്യം വലിയൊരു സൈന്യമായിരിക്കും. അങ്ങനെ ഒരു സൈന്യം കാലത്തിന്റെ അന്ത്യത്തിലാണ്. നമ്മൾ ഓർക്കണം, ഈ പ്രവചനം രേഖപ്പെടുത്തുമ്പോൾ വിമാനമെന്നല്ല, റോഡിലൂടെ ഓടുന്ന വാഹനം പോലും കണ്ടുപിടിച്ചിട്ടില്ല. അന്ന് മനുഷ്യൻ യുദ്ധം ചെയ്യുന്നത് കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും ഇരുന്നു കൊണ്ട് യുദ്ധം ചെയ്യുന്ന കാലയളവിൽ മേഘം പോലെ ആകാശത്തെ മൂടിക്കൊണ്ട് നീ ഇസ്രായേലിന്റെ നേരെ വരുമെന്ന് രേഖപ്പെടുത്തുമ്പോൾ അവിടെ കൊണ്ട് തീരുകയല്ല. അതിന്റെ 15-ാം വാക്യം നോക്കിയേ. 15-ാം വാക്യത്തിൽ വായിക്കുന്നു, നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറിയ ഒരു മഹാസമൂഹം, മഹാസൈന്യമായി. ഒരു വലിയ എയർഫോഴ്സ് മാത്രമല്ല, ഒരു വലിയ ആർമി, ഒരു വലിയ സൈന്യം. നമ്മൾ കണ്ടു റഷ്യ ഉക്രൈനെ ആക്രമിക്കുമ്പോൾ സാറ്റലൈറ്റ് പിക്ചർ മനോരമ വെളിപ്പെടുത്തി. മനോരമയിൽ വന്ന ചിത്രം ഇന്നും എന്റെ മനസ്സിലുണ്ട്. അതായത് ഉക്രൈനെ ആക്രമിക്കാൻ റഷ്യയുടെ സൈന്യവ്യൂഹം നീങ്ങുകയാണ്. ഏതാണ്ട് 30-35 കിലോമീറ്റർ നീളമുണ്ട് വാഹന വ്യൂഹം സൈന്യത്തിന്റെ. എന്ന് പറഞ്ഞാൽ റഷ്യക്കുള്ള സൈന്യത്തിന്റെ ഒരു ചെറിയ അംശമാണ് അന്ന് ഉക്രൈനെ ആക്രമിക്കാൻ കടന്നുപോയത്. തീർന്നില്ലേ? ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം ഈ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സൈന്യത്തെ കുറിച്ച് അവിടെ ഒരു പരാമർശമുണ്ട്. നോക്കട്ടെ, 11-ന്റെ 40-ാമത്തെ വാക്യം. ദാനിയേൽ 11-ന്റെ 40. ഒന്നെടുത്ത് ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം. പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്തുമുട്ടും. വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരച്ചേവകരോടും വളരെ കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവന്റെ നേരെ വരും. അവിടെ രേഖപ്പെടുത്തിയ കണ്ടോ? വടക്കേ ദേശം നമുക്ക് കാണാൻ പോവുകയാണ്. ആരാണിതെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചു. വളരെ കപ്പലുകളോടെ, നേവൽ ഫോഴ്സ്. അപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുന്ന രാജ്യം എയർഫോഴ്സ് ഭയങ്കരമായിരിക്കും, സൈന്യവ്യൂഹം ഭയങ്കരമായിരിക്കും, നേവൽ ഫോഴ്സ് ഭയങ്കരമായിരിക്കും. ഈ 3 അവരുടെ സൈന്യ വ്യൂഹങ്ങളും അതിഭയങ്കരമായിരിക്കുന്ന ബൈബിളിൽ ഏതാണ്ട് 2600 വർഷം മുമ്പ് രേഖപ്പെടുത്തി. പക്ഷെ ആരാണ് ഇവരെ ആക്രമിക്കുന്നത്? അവരെ ആക്രമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പല വിധത്തിൽ അത് തെളിയിക്കാൻ കഴിയും. പക്ഷേ ഒരു ഭാഗത്തു നിന്ന് മാത്രം ഞാൻ അത് തെളിയിക്കാൻ നോക്കാം. ഇവിടെ 15-ാം വാക്യത്തിൽ ഈ സൈന്യം വരുന്നത് വടക്കേ അറ്റത്തുനിന്ന് തന്നെ വരും. 39-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നോക്കിയേ. നിന്നെ വടക്കേ അറ്റത്തുനിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. ഇംഗ്ലീഷിൽ വായിച്ചാൽ അട്ടർമോസ്റ്റ് നോർത്ത് എന്നാണ്. ഈ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് ഒക്കെ എങ്ങനെയാണ് അളക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ കൺമുമ്പിൽ ഭൂമിക്കൊരു കേന്ദ്ര ബിന്ദുവുണ്ട്, ഭൂമിക്കൊരു കേന്ദ്രമുണ്ട്. എവിടെയാണ് ആ കേന്ദ്രം? ആ കേന്ദ്രം മനസ്സിലാക്കിയാൽ ഈ പറയുന്ന വടക്കൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഞാൻ ഈ 38-ാം അധ്യായത്തിന്റെ മാത്രം കാണിക്കാം. നോക്കിയാട്ടെ, ഈ 38-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിന്റെ അവസാനം ഭൂമിയുടെ മധ്യേ വസിച്ചും ഇരിക്കുന്ന ഒരു ജനം, ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്. 11-ാം വാക്യത്തിന്റെ അവസാനം, 38-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിന്റെ അവസാനം, ഭൂമിയുടെ മധ്യയാണ് അവർ വസിക്കുന്നത്. അവിടെ കൊണ്ട് തീർന്നില്ലേ? എസെക്കിയേൽ 5-ന്റെ 5 വായിച്ചാൽ ഭൂമിയുടെ മധ്യേ അവർ വസിക്കുന്നു. വേണ്ട, 1000 ആണ്ട് വാഴ്ചയിൽ അവർ എവിടെയായിരിക്കും? ഇസ്രായേൽ. യെശയ്യാവ് 19-ന്റെ 24, യെശയ്യാവ് 19-ന്റെ 24 പറയുന്നു, അന്ന് ഭൂമിയുടെ മധ്യേ അവർ വസിക്കും. ഇസ്രായേലിന് ദൈവം കൊടുത്ത ഭൂമി ഭൂമിയുടെ മധ്യഭാഗമാണ്. അപ്പോൾ ഭൂമിയുടെ മധ്യഭാഗം കിട്ടിക്കഴിഞ്ഞത് കൊണ്ട് നിന്നെ ഞാൻ ഏറ്റവും വടക്കുന്ന് കൊണ്ടുവരും. ഇസ്രായേലിന്റെ വടക്ക് മറ്റ് രാജ്യങ്ങളുണ്ട്, സിറിയ, അതുപോലെ ലെബനോൻ, ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ വടക്ക് കിടക്കുകയാണ്. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തി, ഐ വിൽ ബ്രിങ് യു ഫ്രം ദ അട്ടർമോസ്റ്റ് നോർത്ത്,
ഏറ്റവും വടക്ക് കൊണ്ടുവരും. ആരാണ് ഏറ്റവും വടക്ക് കിടക്കുന്നത്? റഷ്യയാണ്. അതിന്റെ അപ്പുറത്തൊരു രാജ്യമില്ല. റഷ്യയാണ് ഇസ്രായേലിന്റെ ഏറ്റവും വടക്ക് കിടക്കുന്ന രാജ്യം. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കാലം അതിന്റെ അന്ത്യത്തിലെത്തുമ്പോൾ ഏറ്റവും വടക്ക് കിടക്കുന്ന റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുമ്പോൾ വലിയ സൈന്യ വ്യൂഹം ഉണ്ടായിരിക്കും, വലിയ എയർഫോഴ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് നേവൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. എന്നെ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, റഷ്യ 1917 വരെ റഷ്യ ഭരിച്ചിരുന്നത് സാർ ചക്രവർത്തിമാരാണ്. റഷ്യ യാതൊരു പുരോഗമനവുമില്ല. റഷ്യ വളരെ പിന്നോക്കം കിടക്കുന്ന ഒരു ഐക്യതയില്ലാത്തൊരു ജനമായി കഴിയുകയായിരുന്നു. എന്നാൽ 1917 നവംബറിൽ അവിടെ നടന്ന റഷ്യൻ വിപ്ലവം, അവിടെ നടന്ന റഷ്യൻ ഭയങ്കരമായ റഷ്യൻ വിപ്ലവം, ആ വിപ്ലവം സാർ ചക്രവർത്തിമാരെ കുടുംബമായി തുടച്ചു മാറ്റി കമ്മ്യൂണിസ്റ്റ് ഭരണം അവിടെ സ്ഥാപിച്ച് അവരുടെ ആ ഭയങ്കരമായ അവരുടെ സമ്പത്ത് മുഴുവൻ ഒരു സൈന്യത്തെ വാർത്തുണ്ടാക്കി എടുത്ത് ലോകത്തിലെ ഏത് രാജ്യത്തെ വിറപ്പിക്കുന്ന അങ്ങനെയുള്ള ഒരു സൈന്യമായി റഷ്യ തീർന്നു. ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ആയുധമുള്ള രാജ്യം റഷ്യയാണ്. 6000-ലധികം ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട് റഷ്യക്ക്. ഇന്ത്യയെ പോലെയുള്ള രാജ്യത്തിന് 100 അധികം വെപ്പൺസുകളില്ല, ന്യൂക്ലിയർ വെപ്പൺ 100 അതിലധികമോ കാണുകയുള്ളൂ. എന്നാൽ റഷ്യയെ സംബന്ധിച്ച് അവർക്ക് ഏതാണ്ട് 6000 ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. ഇവിടെ ദൈവജനത്തിൽ രേഖപ്പെടുത്തി, കാലം അതിന്റെ അന്ത്യത്തിലെത്തുമ്പോൾ വടക്ക് നിന്നുള്ള സൈന്യം 1917 വരെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. 1905 റൂസോ ജപ്പാൻമാർ കൊച്ചു ജപ്പാൻ റഷ്യയെ പരാജയപ്പെടുത്തി. റഷ്യ ഒന്നുമല്ല, റഷ്യ ലോകത്തിന്റെ മുഖത്ത് ഒരു ശക്തിയല്ല. എന്നാൽ ഇന്ന് ലോകത്തെ വെല്ലുവിളിക്കുന്ന മഹാസൈന്യമായി അവർ തീർന്നു. മേഘം പോലെ കയറി വരുവാൻ എയർഫോഴ്സ് അവർക്കുണ്ട്, വലിയ നേവൽ ഫോഴ്സ് അവർക്കുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ അങ്ങനെ ഒരു സൈന്യവ്യൂഹം അവർക്കുണ്ടായി കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് കാലത്തിന്റെ അന്ത്യത്തെ വിലയിരുത്തി മനസ്സിലാക്കാൻ പോവുകയാണ്. ഇവിടെ അത്ഭുതകരമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ ദൈവത്തിനല്ലാതെ ഒരിക്കലും ഇത് വെളിപ്പെടുത്തുവാൻ മറ്റാർക്കും കഴിയില്ല. ആ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. റഷ്യയോട് കൂടെ ഏതെല്ലാം രാജ്യങ്ങൾ അവസാനം വരും. മാത്രമല്ല, റഷ്യ അവർക്ക് ലീഡറായിരിക്കണമെന്ന് 2600 വർഷം മുമ്പ് ദൈവം രേഖപ്പെടുത്തി വെച്ചു. നിങ്ങൾ നോക്കിക്കേ, 38-ാം വാക്യത്തിന്റെ 7-ാം വാക്യം നോക്കിക്കേ. നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെ ഒരുങ്ങിക്കൊള്ളുക, നീ അവർക്ക് മേധാവിയായിരിക്കുക. യു ബി എ ലീഡർ ഫോർ ദം. ദൈവം ഒരു കൂട്ടം രാജ്യങ്ങളുടെ പേരുകൾ പറഞ്ഞു. എങ്ങനെ സാധിച്ചു? അവൻ സർവജ്ഞാനിയാകയാൽ അവനത് വെളിപ്പെടുത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, അത്ഭുതം കൊണ്ട് നാം തന്നെ അതിശയിച്ചു പോകും. 2600 വർഷം മുമ്പ് ഇന്ന് റഷ്യയോടുകൂടെ കൂടിയിരിക്കുന്ന രാജ്യങ്ങളുടെ പേരുകൾ ദൈവം എടുത്തു പറഞ്ഞു. എന്നിട്ട് ദൈവം പറഞ്ഞു, നീ അവർക്ക് മേധാവിയാകണം, ലീഡറാകണം. ഞാനും നിങ്ങളും അവസാന നാടുകളിൽ എത്തിയെന്നുള്ളത് തെളിയിക്കപ്പെടുന്ന ഒരു കൂട്ടുകെട്ട് നമ്മുടെ കൺമുമ്പിൽ വ്യക്തമായി കാണുന്നു. എന്നാൽ അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചോട്ടെ. ഇവിടെ നാം കാണുന്നു റഷ്യ അവരെ ആക്രമിക്കുന്നത് ആരെയാണ്? ഏറെ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും, വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്ത് നീ ഒടുക്കം വന്നു ചേരും. ഒരു നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. എത്രയോ സത്യമായ കാര്യമാണ്. ഞാൻ അതിന്റെ വിശദീകരണത്തിൽ പോയാൽ ഇന്നത്തെ സമയം മുഴുവൻ എടുക്കും. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നമ്മൾ ഓർക്കണം, ഭൂമുഖത്തിൽ ഇല്ലായിരുന്നു. അവരൊരു രാജ്യമായി തീരുക അസാധ്യമായിരുന്നു. അവരെ ലോകത്തിൽ ആകമാനം ചിതറിച്ചു. ഭൂമിയുടെ അറ്റമുറ്റം മറ്റേ അറ്റം വരെ ചിതറിച്ചു.
അത് സംഭവിക്കുന്നതിന് 40 വർഷം മുമ്പ് യേശുക്രിസ്തുവിന്റെ മധ്യത്തിൽ നിന്ന് പറഞ്ഞു, നിങ്ങൾ വാളിന്റെ വായ്ത്തലയാൽ വീഴും, സകല ജാതികളിലേക്ക് നിങ്ങൾ ബദ്ധരായി പോകും. ആശ്ചര്യമായി 40 വർഷം കൂടെ കഴിഞ്ഞു. 40 എന്നുള്ളത് ഒരു പ്രൊബേഷൻ ടൈമാണ്, പരിശോധനയുടെ പരീക്ഷയുടെ ഒരു കാലഘട്ടമാണ്. 40 വർഷം കൂടെ കഴിഞ്ഞു. AD 70 യേശുക്രിസ്തു പറഞ്ഞ പോലെ ലോകത്തിലാകമാനം അവരെ ചിതറിച്ചു. അവർക്ക് മടങ്ങി വരുവാൻ സാധ്യമല്ല. അവർക്ക് രാജ്യമില്ല. അവരുടെ രാജ്യം മറ്റ് രാജ്യങ്ങളുടെ കരങ്ങളിലായി. ദൈവം മേഘങ്ങളോട് കൽപ്പിച്ചു, മഴ പെയ്യരുത്. എസെക്കിയേൽ പ്രവചനത്തിൽ വായിക്കുന്നുണ്ട്, മേഘങ്ങളോട് ദൈവം പറഞ്ഞു. യെശയ്യാ 5 ആകാശങ്ങളോട് ദൈവം പറഞ്ഞു, മഴ പെയ്യരുത്. പാലും തേനും ഒഴുകുന്ന ദേശം, ഫലഭൂയിഷ്ഠമായ ദേശം, ഒറ്റുകാരൊരു മുന്തിരിക്കൊല ഒരു കമ്പിൽ കെട്ടി 2 പേരെ ചുമന്നുകൊണ്ടുവരുന്ന ദേശം, പാഴും ശൂന്യമായി ദൈവപുത്രൻ പറഞ്ഞ പോലെ, പ്രവാചകന്മാർ രേഖപ്പെടുത്തിയ പോലെ ഇവിടെ നമ്മൾ വായിച്ചു, നിരന്തര ശൂന്യമായി കിടന്നു. മഴയില്ല, മനുഷ്യനില്ല, വൃക്ഷങ്ങളില്ല, മൃഗങ്ങളില്ല, ശൂന്യത. 17-ാം നൂറ്റാണ്ടിൽ അതിലെ യാത്ര ചെയ്തവർ എഴുതി വെച്ചത് ഞാൻ വായിച്ചു. ശൂന്യത, ശൂന്യത, നിത്യശൂന്യത. ഡെസൊലേഷൻ, ഡെസൊലേഷൻ, പെർപെച്വൽ ഡെസൊലേഷൻ. ഒന്നുമില്ല, മനുഷ്യനില്ല, മൃഗങ്ങളില്ല, വൃക്ഷമില്ല, വെള്ളമില്ല, ശൂന്യത മാത്രം. പലസ്തീന്റെ മുഴുവൻ മണ്ണ് പരിശോധിച്ചാൽ 10,000 യഹൂദന്മാർ അവിടെ ഇല്ല. ബാക്കിയുള്ളവരെല്ലാം ലോകത്തിൽ ചിതറിക്കപ്പെട്ടു. അവരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് മടങ്ങി വരുവാൻ യാതൊരു നിവൃത്തിയുമില്ല. എന്നാൽ ഈ വചനം നോക്കിയേ, ഏറിയ നാൾ കഴിഞ്ഞ് നീ മടങ്ങി വരും. ഇവിടെ വായിക്കുന്ന കണ്ടോ, നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ നീ വരും. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇസ്രായേൽ അഭയാർത്ഥി പ്രശ്നം, യൂറോപ്പിലും മറ്റും അവർ അഭയാർത്ഥികളായി കൊല്ലപ്പെട്ട് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് അവരെ ഓടിച്ച് യാതൊരു നിവൃത്തിയുമില്ലാതെ യഹൂദൻ കൊല്ലപ്പെട്ട് യഹൂദനെ ആട്ടിപ്പായിച്ച് നടക്കുമ്പോൾ അവരോട് കനിവ് തോന്നിയ പല രാജ്യങ്ങൾ അവർക്ക് ഒരു രാജ്യമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട്. 17 വ്യത്യസ്ത സ്ഥലങ്ങൾ വെച്ച് നീട്ടി, നിങ്ങളിവിടെ ദേശമുണ്ടാക്കുക. 17 സ്ഥലങ്ങൾ പലസ്തീന്റെ മണ്ണൊഴിച്ച് ബാക്കി 17 സ്ഥലങ്ങൾ അവർ വെച്ച് നീട്ടി. ഉദാഹരണമായിട്ട് വിയറ്റ്നാമിന്റെ പ്രദേശം, ക്രിമിയ, റഷ്യ പിടിച്ചെടുത്ത ക്രിമിയ, നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ പ്രദേശം, ഓസ്ട്രേലിയയിൽ മെൽബണിന്റെ സ്ഥലങ്ങൾ, ജലപ്പാർപ്പില്ലാത്ത 17 സ്ഥലങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് വെച്ച് നീട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളിവിടെ രാജ്യമുണ്ടാക്കുക എന്ന് അവരോട് പറഞ്ഞു. എന്നാൽ ഒരു വാക്ക് ഞാൻ വായിച്ചോട്ടെ. എസെക്കിയേൽ പ്രവചനം 36 നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു അധ്യായമാണ്. ഈ 36-ാം അധ്യായം നിങ്ങൾ എടുക്കുമ്പോൾ 21 പ്രാവശ്യം ആ അധ്യായത്തിൽ മാത്രം ദൈവം പറയുന്നുണ്ട്, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും. ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ രസമാണ്. ഐ വിൽ, ഐ വിൽ, ഐ വിൽ. 21 പ്രാവശ്യം 36-ാം അധ്യായത്തിൽ മാത്രമുണ്ട്. ഒരെണ്ണം വായിക്കാം. അതിന്റെ 24-ാം വാക്യം വായിച്ച്. പ്രവചനം 36-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളെ ജാതിയുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. സ്വർഗത്തിലെ ദൈവം പറഞ്ഞ കണ്ടോ, നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടും, സകല ദേശങ്ങളിൽ നിന്ന് കൂട്ടും. എന്നെ കേൾക്കുന്ന സ്നേഹിതരോട് പറയട്ടെ, ഇതൊന്നും അവിചാരിതമല്ല, ഇതൊന്നും അവിചാരിതമല്ല. ഏതാണ്ട് 130 രാജ്യങ്ങളിൽ നിന്ന്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യത്ത് നിന്ന്, 130 രാജ്യത്ത് നിന്ന് അവരെ സ്വർഗത്തിലെ ദൈവം മടക്കിക്കൊണ്ടുവന്നത് അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ആ ദേശത്ത് തന്നെ കൊണ്ടുവന്നു. ലോകം അവർക്ക് വെച്ച് നീട്ടി.
17 വ്യത്യസ്ത സ്ഥലങ്ങൾ. എല്ലാ പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ രാജ്യം അവിടെ ഉണ്ടാക്കാമായിരുന്നു. എന്തിനാണ് ലോകം അവർക്ക് ഈ സ്ഥലം കൊടുക്കാഞ്ഞത്? ആ സ്ഥലം കൊടുക്കാഞ്ഞതിന്റെ കാരണം അവിടെ മുഴുവൻ ഇസ്ലാമിക് രാജ്യങ്ങളാണ്. ഈ ഇസ്ലാമിക് രാജ്യങ്ങളുടെ മധ്യത്തിൽ ഇസ്രായേൽ പിറന്നു വീണാൽ ലോക സമാധാനത്തിന് അത് വെല്ലുവിളിയാണ്. ഇതൊരു മഹായുദ്ധത്തിലേക്ക് കലാശിക്കും. നിങ്ങൾ കണ്ടില്ല, ഇപ്പോൾ നിരന്തര യുദ്ധം. ഇസ്രായേൽ പിറന്നു വീണ് 13 മാസം നീണ്ടു നിന്നു. 1948, 1956, 1967, 1973, 1982 തീർന്നില്ല. പിന്നെയും യുദ്ധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു, ഇസ്രായേൽ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെ ബോംബ് ചെയ്യുന്നു. ഇത് സംഭവിക്കാതിരിക്കാൻ ലോകത്തിന്റെ ചിന്തകന്മാർ, ലോകത്തിന്റെ ശക്തിയേറിയ രാജ്യങ്ങൾ, അവർക്ക് രാജ്യങ്ങൾ വെച്ചുകൊടുത്തത് മറ്റ് സ്ഥലങ്ങളിലാണ്. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് തന്നെ ഞാൻ കൊണ്ടുവരും. എവിടെ നിന്ന് കൊണ്ടുവരും? നിങ്ങളെ ജാതികളുടെ നിന്ന് ഞാൻ ശേഖരിക്കും. ഏതാണ്ട് 130 രാജ്യത്ത് നിന്ന് ദൈവം കൈക്ക് വിളിച്ചു കൊണ്ടുവരുന്ന പോലെ. എവിടെയാ കൊച്ചിയിൽ കിടന്നവര്? കൊടുങ്ങല്ലൂരും മാളയിലും പറവൂരിലും കിടന്ന യഹൂദനെവിടെ? നിങ്ങൾ ചെന്നാൽ ജൂയിഷ് സ്ട്രീറ്റ് കാണാം, യഹൂദന്റെ സിനഗോഗ് കാണാം. ചേന്നമംഗലത്തൊക്കെ ചെന്നാൽ അവരുടെ വീടുകൾ കാണാം. ഞാൻ അവിടെയൊക്കെ സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. യഹൂദനെ കാണാനില്ല. ഇന്ന് കേരളത്തിലാകപ്പാടെ 10 പേരിൽ താഴെയുള്ളൂ. ബാക്കിയുള്ള യഹൂദന്മാരൊക്കെ തിരിച്ചുപോയി. നമ്മൾ ഓർക്കുക, ബൈബിൾ എത്ര സത്യം, കൃത്യം. ഞങ്ങളെ കേൾക്കുന്നവരോട് പറയട്ടെ, ഇവിടെ രേഖപ്പെടുത്തി വെച്ചു 2600 വർഷം മുമ്പ് നിന്നെ ലോകത്തിൽ ഞാൻ ചിതറിച്ച ശേഷം കാലം അതിന്റെ അന്ത്യത്തിൽ എത്തുമ്പോൾ. ഇവിടെ വായിക്കുന്നു, ജാതികളുടെ ഇടയിൽ നിന്ന് എസെക്കിയേൽ 36:24 സകല ജാതികളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്ത് വരുത്തും. അത് നടന്നു കഴിഞ്ഞു. സ്വർഗത്തിലെ ദൈവം അത് നിർവഹിച്ചു കഴിഞ്ഞു. അവിടെ വന്നു കഴിയുമ്പോഴാണ് അടുത്തതായി നടക്കുന്ന സംഭവമാണ് റഷ്യയുടെ അക്രമം. റഷ്യയോടുകൂടെ ഒരു കൂട്ടം ഇസ്ലാമിക് രാജ്യങ്ങൾ റഷ്യ ആക്രമിക്കും. ആരാണ് ഈ ഇസ്ലാമിക് രാജ്യങ്ങൾ റഷ്യ ആക്രമിക്കുന്നത്? നമുക്ക് അല്പം കൂടെ കഴിഞ്ഞിട്ട് അവിടെ പരിശോധിക്കാം. നിങ്ങൾ അത്ഭുതപ്പെടും. അതെല്ലാം തീവ്രവാദത്തിന് കൊടുത്ത ഇസ്ലാമിക് രാജ്യങ്ങളാണ്. ഇന്ന് നിങ്ങൾ കാണുന്ന തീവ്രവാദത്തിന് കൊടുത്ത രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളെല്ലാം റഷ്യയുടെ ചേരിയിൽ വന്ന് റഷ്യയോട് കൂടെ വാസ്തവത്തിൽ ഒരു സംഘമായി നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ വന്നെത്തിയ ദിവസങ്ങൾ എത്രത്തോളം ആയി തീർന്നു എന്നുള്ളത് നമ്മളെ ഓർപ്പിക്കുന്നു. ഈ 38-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, ഏറിയ നാൾ കഴിയണം, അത് കഴിഞ്ഞു. വാളിനൊഴിഞ്ഞു പോന്നതും പല ജാതികൾ നിഷേധിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിൽ നീ ഒടുക്കം ഇൻ ദ ലേറ്റർ ഡേയ്സ് വന്നു ചേരും. എന്നാണ് ഈ ഒടുക്കനാൾ? എന്നാണ് ഇവരെ ആക്രമിക്കുന്നത്? ഞാനതിന്റെ ഒരു ക്ലൂ തരാം. ഇസ്രായേൽ മടങ്ങി വന്ന ശേഷം അതിന്റെ 8-ാം വാക്യത്തിന്റെ അവസാനം, എന്നാൽ അവർ ജാതികളിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. 14-ാം വാക്യം നോക്കിയേ. 14-ാം വാക്യത്തിന്റെ അവസാനം, എന്റെ ജനമായ ഇസ്രായേൽ നിർഭയമായി വസിക്കുന്ന അന്നാളിൽ. ഇസ്രായേലിനെ ആക്രമിക്കുന്നത് എന്നാണ്? അനേകർ എന്നെ വിളിച്ചു ചോദിച്ചു, ബ്രദർ, റഷ്യ കയറി ആക്രമിക്കുമോ? ഇത് 3-ാം ലോകയുദ്ധത്തിൽ കിടക്കുമോ? ഞാൻ അവരോട് തീർത്തു പറഞ്ഞു, ഇല്ല. എന്തുകൊണ്ടാ ഇല്ല എന്ന് പറഞ്ഞത്? റഷ്യ എപ്പോഴാണ് ആക്രമിക്കുന്നത്? ഇസ്രായേൽ നിർഭയമായി വസിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇസ്രായേൽ രാജ്യം 1948 മെയ് മാസം 14-ാം തീയതി പിറന്നു വീണപ്പോൾ ചുറ്റും കിടക്കുന്ന അറേബ്യൻ രാജ്യങ്ങൾ അവരുടെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് കയ്യിലുള്ള ആയുധങ്ങളെടുത്ത് യഹൂദനെ വകവരുത്തിയിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോകാം. 13 മാസം നീണ്ടു നിന്നു ആ യുദ്ധം. ചുറ്റുമുള്ള അറേബ്യൻ രാജ്യങ്ങൾ ആയുധങ്ങളെടുത്ത് അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു വന്നാൽ സാധ്യമല്ലാതെ വന്നു. അന്ന് വീട് വിട്ടിറങ്ങിയവരാണ്
ഇന്ന് പലസ്തീനികൾ അഭയാർത്ഥികൾ. എന്നാൽ ഇവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? സ്വർഗത്തിലെ ദൈവമാണ് അവരെ കൊണ്ടുവന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രായേൽ പിറന്നു വീണ് 15-ാം തീയതി ആയപ്പോൾ ഇസ്രായേൽ യുദ്ധം അഭിമുഖീകരിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ ഇസ്രായേൽ ഒരു യുദ്ധം കഴിയുമ്പോൾ അടുത്ത യുദ്ധം, അത് കഴിയുമ്പോൾ അടുത്ത യുദ്ധം, തുടർമാനമായ യുദ്ധങ്ങൾ തന്നെയാണ്. ഒരിക്കലും ആയുധങ്ങൾ താഴെ വെച്ചിട്ട് അവരുടെ സൈന്യങ്ങൾ നിന്നിട്ടില്ല. ഇവിടെ രേഖപ്പെടുത്തി റഷ്യ അവരെ ആക്രമിക്കുന്നത് 2 വാക്യങ്ങൾ നമ്മൾ കണ്ടു. അവർ നിർഭയമായി വസിക്കും. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം, നമ്മൾ അവിടേക്ക് പോകുന്നില്ല. 27-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഒരാഴ്ചവട്ടത്തോട് 7 വർഷം ശക്തമായ ഒരു സമാധാന ഉടമ്പടി. ആ വാക്യം എബ്രായ ഭാഷയിൽ പഠിച്ചാൽ ഇസ്രായേലിനെ നിർബന്ധിച്ച് ഒരു സമാധാന ഉടമ്പടിക്ക് ഒപ്പുവെപ്പിക്കും. ഇപ്പോഴത്തെ സ്ഥിതി കണ്ടില്ലേ? ഇസ്രായേലിനെ ലോകരാജ്യങ്ങൾ നിർബന്ധിക്കുന്ന പോലെ ഇനിയും എഴുന്നേൽക്കുന്ന ഒരു ഭരണകർത്താവ് ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കി ഇസ്രായേലിനെ നിർബന്ധിച്ച് ആ സമാധാന കരാർ ഒപ്പുവെപ്പിക്കും. അങ്ങനെ അത് മഹോപദ്രവ കാലഘട്ടത്തിന്റെ ആരംഭം, 7 വർഷത്തിന്റെ തുടക്കം. അന്നവർ ആയുധങ്ങൾ താഴെ വെക്കും. എന്റെ ജനമായി ഇസ്രായേൽ നിർഭയമായി വസിക്കുമ്പോൾ നീ മഴക്കോൾ പോലെ കയറി വരും. റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് സഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട ശേഷം അന്തിക്രിസ്തു, എതിർ ക്രിസ്തു യഹൂദനോട് ഉടമ്പടി ഉണ്ടാക്കി യഹൂദൻ നിർഭയമായി വസിക്കുന്ന അന്നാണ്. മഹോപദ്രവ കാലഘട്ടത്തിന്റെ മധ്യഭാഗത്തിലാണ് റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി ഇവിടെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പലർക്കും ഒരു സംശയമുണ്ട്, റഷ്യ ഇപ്പോൾ കയറി ആക്രമിക്കുമോ? തീർത്തു പറയാം, ഇല്ല. റഷ്യ ആക്രമിക്കുന്നത് ഇസ്രായേൽ നിർഭയമായി വസിക്കുന്ന അന്നായിരിക്കും. എന്നാൽ വളരെ വ്യക്തമായ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, റഷ്യയുടെ കൂടെ റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഒരു കൂട്ടം രാജ്യങ്ങളാണ്. ആരാണ് ആ രാജ്യങ്ങൾ? വളരെ 5-ാം വാക്യം നോക്കി, 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ഇനിയുള്ള ഭാഗങ്ങൾ നമുക്ക് വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരിയും ധരിച്ച പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമേരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹവും അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുവാറാക്കും. നീ അവർക്ക് മേധാവിയായിക്കൊള്ളുക. ഓ, നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം എത്ര വലിയ ജ്ഞാനിയാണ്! അവനെ പോലെ ഒരു ദൈവമില്ല. ആർക്ക് പറയാൻ കഴിയും? ഈ രാജ്യങ്ങളൊന്നും ലോകത്തിലില്ലാത്ത കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി, കാലം അതിന്റെ അന്ത്യത്തിലെത്തുമ്പോൾ എന്റെ പുത്രൻ മടങ്ങി വന്ന് രാജ്യം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഒരു കൂട്ടം രാജ്യങ്ങൾക്ക് റഷ്യ നേതൃത്വം കൊടുക്കും ഇസ്രായേലിനെ ആക്രമിക്കാൻ. അതിലാദ്യം പറഞ്ഞ രാജ്യം ആരാണ്? പാർസികൾ. ആരാണ് ഈ പാർസികൾ? ആധുനിക ഇറാൻ, പേർഷ്യ, ആധുനിക ഇറാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്പസമയമെടുത്ത് ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. ഞാന് ഒരു പ്രസംഗം തന്നെ അതോടുള്ള ബന്ധത്തിൽ ഉണ്ടാക്കേണ്ടി വന്നു. പലയിടത്തും ഞാൻ പ്രസംഗിച്ചു. എന്താ കാരണം എന്ന് ഞാൻ പറയാം. ഞാൻ ദാനിയേലിന്റെ പുസ്തകം ക്ലാസുകൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദാനിയേലിന്റെ പുസ്തകം ക്ലാസുകൾ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എന്റെ ശ്രദ്ധ ഒരു ഭാഗത്ത് ചെന്ന് വീണു. ദാനിയേലിന്റെ പുസ്തകം നമുക്കൊന്ന് എടുക്കാം. ഇവിടെ ഇരിക്കുന്ന ഏറിയ പങ്ക് ദൈവമക്കളാണെന്ന് എനിക്കറിയാം. ദൈവമക്കളായ നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്തിനാണ് ദൈവം ഈ പേരുകൾ നൽകിയത്? ബൈബിളിന്റെ മറ്റു വേദഭാഗങ്ങൾ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ നമുക്ക് വലിയ വെളിച്ചം തരികയാണ്. ദാനിയേലിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം. ഞാൻ ആ 10-ാം അധ്യായത്തിൽ നിന്ന് പ്രസക്തമായത് മാത്രം പെറുക്കിയെടുക്കുകയാണ്. 10-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, ബാബിലോൺ സാമ്രാജ്യം കഴിഞ്ഞ്
മേദ്യരും പേർഷ്യരും ഭരിക്കുന്ന കാലഘട്ടം. നമ്മൾ 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, പാർസി രാജാവായ കോരശിന്റെ 3-ാം ആണ്ടിൽ സൈറസ് പേർഷ്യൻ രാജാവ്. ആ പേർഷ്യയാണ് നമ്മൾ ഇപ്പോൾ വായിച്ച എസെക്കിയേൽ 38 വായിച്ച പാർസി എന്ന് പറയുന്നത്. ആരാണത്? ഇന്നത്തെ ഇറാനാണ്. ഇന്ന് ഇറാൻ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായിട്ടുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് അതിരുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ അതിരുകൾ പ്രശ്നമുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിരിന് പ്രശ്നമുണ്ട്. ഈ രാജ്യങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെട്ടത് അതിന് കടന്ന് സൈന്യങ്ങൾ വന്ന് യുദ്ധം ചെയ്യുകയാണ്. എന്നാൽ ഈ പേർഷ്യ എന്ന് പറയുന്ന, ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിൽ നിന്ന് 1500 മൈൽ ദൂരെയാണ്. അവർക്ക് അതിരില്ല, ഇസ്രായേലുമായിട്ട് അതിരില്ല. ഈ രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ കിടക്കുന്നു ജോർദാനും സിറിയയും മറ്റും ലെബനോനും ഒക്കെ. പിന്നെ എന്തിനാണ് ഈ പേർഷ്യ അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്? അവിടെ നിന്ന് 200 മിസൈലുകൾ അയക്കുക മാത്രമല്ല, ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന ഗാസയിൽ നിന്ന് ഹമാസിന് ആയുധങ്ങൾ കൊടുത്ത് തീവ്രവാദത്തിന് അവരെ ഒരുക്കി, ഇസ്രായേലിന്റെ വടക്കിടക്കുന്ന ലെബനോനിൽ ഹെസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയ്ക്ക് പണം കൊടുത്ത് ആയുധം കൊടുത്ത് അവിടെ നിന്ന് ഇസ്രായേലിന് നേരെ തൊടുത്തു വെച്ചത് 2 ലക്ഷം, 1-2 2 ലക്ഷം മിസൈലുകളാണ്. തീർന്നില്ലേ? ഇസ്രായേലിന്റെ നോക്കുക, ഇങ്ങേറ്റത്ത് കിടക്കുന്ന യമനിൽ ഹൂത്തികള്, ഇവർക്കൊക്കെ ആയുധം കൊടുത്തത് ആരാണ്? ഇവർക്ക് തീവ്രവാദത്തിന് പണം കൊടുക്കുന്നത് ആരാണ്? ഇറാനാണ്. ഇറാനാണ് അവരെ ഒരുക്കിയെടുത്തത്. എന്തിനാ ഇറാൻ ഇങ്ങനെ തുടങ്ങിയത്? എന്തിനാണ് ഈ കാലയളവിൽ ഇങ്ങനെ ഇറാൻ? നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഇറാൻ ഇസ്രായേലുമായിട്ട് ഒരു ഏറ്റവും അടുത്ത രാജ്യമായിരുന്നു. 1979 വരെ ഇറാൻ ഭരിച്ചത് ഒരു ചക്രവർത്തിയാണ്, ഇമ്പീരിയൽ ഷാ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ മുഹമ്മദ് റസ ഷാ 1979 വരെ പാശ്ചാത്യ രാജ്യങ്ങളോടും ഇസ്രായേലിനോടും ഏറ്റവും വലിയ സ്നേഹത്തിൽ കഴിഞ്ഞ രാജ്യമാണ് ആര്? പേർഷ്യ, ഇറാൻ. എന്നാൽ 79 ഷാ നാടുകടത്തപ്പെട്ടു. ഇറാനിൽ ഒരു വലിയ വിപ്ലവം ഉണ്ടായി. നാടുകടത്തപ്പെട്ട അയത്തുള്ള ഖൊമേനി, അതായത് മതത്തിന്റെ തീവ്രവാദത്തിന് നേതൃത്വം കൊടുത്ത മനുഷ്യൻ ഇറാനിൽ വന്ന് ലാൻഡ് ചെയ്ത് ഇറാന്റെ പേര് മാറ്റി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നാക്കി. മതത്തെ അധിഷ്ഠിതമായി ഒരു രാജ്യം അവരെ രൂപാന്തരപ്പെടുത്തി. അവര് മറ്റു മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് വിഭിന്നമാണ്. നമ്മൾ ഓർക്കുക, മറ്റു രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റിലുള്ള മിക്ക രാജ്യങ്ങളും സുന്നി മുസ്ലിങ്ങളാണ്. എന്നാൽ ഇറാൻ ഷിയ മുസ്ലിങ്ങളാണ്. ഷിയകൾക്കൊരു വിശ്വാസമുണ്ട്, കാലം അതിന്റെ അന്ത്യത്തിലെത്തുമ്പോൾ അവരുടെ 12-ാം മെഹദി, അതായത് അവരെ ഭരിക്കുന്ന മുഹമ്മദിന്റെ പിൻഗാമികളാണ് ഈ മെഹദികൾ. 12-ാമത്തെ മെഹദി കാണാതെ പോയി. ചെറുപ്രായത്തിൽ മെഹദിയെ കാണാതെ പോയി. ആ മെഹദി കാലത്തിന്റെ അന്ത്യത്തിൽ വരും. ലോകത്തിൽ ഒരു ഷിയ ഭരണം സ്ഥാപിക്കും. ആ മെഹദി വരണമെങ്കിൽ ലോകത്തിൽ അരാജകത്വം ഉണ്ടാകണം. നമ്മൾ പറയും യേശുക്രിസ്തുവിന്റെ 2-ാം വരവിന് വേണ്ടി ബന്ധപ്പെടുത്തുക, യേശുക്രിസ്തുവിന്റെ 2-ാം വരവിന് നാം ബന്ധപ്പെടുത്തുക എന്ന് പറയുമ്പോൾ കർത്താവിന്റെ വരവിനെ ത്വരിതപ്പെടുത്തുകയാണ്. അതുപോലെ ഇറാനികള് യേശുക്രിസ്തുവിന്റെ വരവിനെ ബന്ധപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് 12-ാമത്തെ മെഹദിയുടെ വരവ് ത്വരിതപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു വിപ്ലവം ഉണ്ടാകണം, അരാജകത്വം ഉണ്ടാകണം. അതിനാണ് ഈ ടെററിസ്റ്റ്, ഈ ഭീകരവാദികളെ അവർ വാർത്തെടുത്ത് ഇസ്രായേലിനെ നിഗ്രഹിക്കുവാൻ അവർ പദ്ധതിയിട്ടത്. ഞാനിങ്ങനെ വായിച്ചു, ഷായുടെ ഖൊമേനിയുടെ രഹസ്യ അജണ്ട പുറത്തു വന്നു. ദ ഡിസ്ട്രക്ഷൻ ഓഫ് സയനിസ്റ്റ് റെജിം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യണം. 79 ഷായുടെ തീരുമാനമാണ്, ഇസ്രായേൽ ഇല്ലാതെ വരണം, അവിടെ വിപ്ലവം ഉണ്ടാകണം.
അരാജകത്വം ഭൂമിയിൽ ഉണ്ടാകണം. അരാജകത്വം ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ അരാജകത്വം അത് അടിച്ചമർത്താൻ 12ാമത്തെ മഹദി വീണ്ടും വരും. ആ മഹദിയുടെ ലെഫ്റ്റനന്റ് ആയിരിക്കും യേശുക്രിസ്തു. അവര് ലോകത്തിൽ ഒരു ഷിയ കിങ്ഡം സ്ഥാപിക്കും. ഇതാണ് അവർ വിശ്വസിക്കുന്നത്. നമ്മള് എന്തുകൊണ്ടാണ് ഇന്ന് ഇറാൻ ഈ പ്രശ്നത്തിൽ ഏർപ്പെട്ടത്? 79 വരെ അങ്ങനെ ഇല്ലായിരുന്നല്ലോ. ഇനിയും ആ ദാനിയേൽ 10 നോക്കി. പാർസി രാജ്യത്തിന്റെ സിംഹാസനത്തിൽ ഒരാൾ ഇരിപ്പുണ്ട്, അത് കോരശാണ്. എന്നാൽ ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്നു തരികയാണ്. ദാനിയേൽ പ്രാർത്ഥിക്കുന്നു. നമ്മള് വായിക്കുന്നുണ്ട് 12ാം വാക്യത്തിൽ, നിന്റെ ദൈവത്തിന് മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിന് മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഏതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. ഗബ്രിയേൽ പറയുകയാണ്, നീ താഴ്ത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യ ദിവസം തന്നെ പ്രാർത്ഥന സ്വർഗം കേട്ടു. ഞാൻ ആദ്യ ദിവസം തന്നെ മറുപടിയുമായിട്ട് മടങ്ങി വന്നു. എന്നാൽ അടുത്ത നോക്കാട്ടെ, അതിന്റെ 13ാം വാക്യം നോക്കേ. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. പാർസി രാജ്യത്തിന്റെ പ്രഭു, ഗബ്രിയേലിനെ എതിർത്ത പ്രഭു മനുഷ്യനല്ല. ഈ ഭൂമിയിൽ ഭരിക്കുന്നത് പാർസി രാജാവാണ്. പക്ഷേ ആ പാർസി രാജാവിന്റെ പുറകിൽ വേറെ ഒരു പ്രഭുവുണ്ട്, ഒരു ശക്തിയുണ്ട്, ഒരു പൈശാചിക ശക്തിയുണ്ട്. ആ പൈശാചിക ശക്തിയുടെ പേരാണ് പാർസി രാജ്യത്തിന്റെ പ്രഭു. പാർസി രാജ്യത്തിന്റെ പ്രഭു ഗബ്രിയേലിനെ തടസ്സപ്പെടുത്തി 21 ദിവസം. മീഖായേൽ പ്രധാന ദൂതൻ ചെന്ന് ഗബ്രിയേലിനെ സഹായിച്ചിട്ടാണ് ആ ദൂതുമായി ദാനിയേലിന്റെ അടുക്കൽ വരുന്നത്. എന്തിനാണ് ഈ ദൂതൻ ഇപ്പോൾ ഈ പ്രശ്നമുണ്ടാക്കുന്നത്? എന്തിനാണ് ഇറാൻ ഇപ്പോൾ പ്രശ്നമുണ്ടാക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇറാൻ ഇപ്പോൾ പ്രശ്നമുണ്ടാക്കുന്നതിന് ഒരു കാരണമുണ്ട്. വൈ ടുഡേ? ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിക്കാം. 2 വേദഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 8ാം അധ്യായം അതിന്റെ 29ാം വാക്യം. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനെ കർത്താവ് സുഖപ്പെടുത്തിയപ്പോൾ ആ ഭൂതങ്ങൾ കർത്താവിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. മത്തായി 8:29. ഭൂതങ്ങൾ അവനോട്, സമയത്തിന് മുമ്പ് നീ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നോ? 2000 വർഷം മുമ്പ് ഭൂതങ്ങൾ കർത്താവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ഇനി 2000 വർഷം കൂടെ ഉണ്ട്, ഞങ്ങളെ പിടിച്ച ആടകൂപത്തിൽ നീ പൂട്ടും, പക്ഷേ സമയത്തിന് മുമ്പ് നീ വന്ന് ഞങ്ങളെ ദണ്ഡിപ്പിക്കുകയാണോ? അവരെ പൂട്ടുന്നത് 2000 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ്. അതാ ഭൂതങ്ങൾക്കറിയാം. വെളിപ്പാട് 12:12. വെളിപ്പാട് 12:12. മഹോപദ്രവ കാലഘട്ടത്തിന്റെ മധ്യഭാഗം സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോടും അവന്റെ ദൂതന്മാരോടും പടവെട്ടി പൈശാചിനെ അവിടെ നിന്ന് തള്ളി താഴെ കളഞ്ഞു. വെളിപ്പാട് 12:12 നോക്കാട്ടെ. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ. ഭൂമിയും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ആ ഭാഗം ശ്രദ്ധിച്ചോ? മഹോപദ്രവ കാലഘട്ടത്തിന്റെ മധ്യഭാഗം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞു. 2000 വർഷം മുമ്പ് ഭൂതങ്ങൾ കർത്താവിനോട് ചോദിക്കുകയാണ്, സമയത്തിന് മുമ്പ് നീ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നോ? അപ്പോൾ ഭൂതങ്ങൾക്കറിയാം, കാലഘട്ടം അവർക്കറിയാം, സമയം അവർക്കറിയാം. എന്നെ പ്രിയപ്പെട്ടവരെ, പാർസി രാജ്യത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രഭുവുണ്ട്. അവനറിയാം സമയം അടുത്തു, ഇനി കാലമധികമില്ല. 1979 വിപ്ലവം ഉണ്ടാക്കി, ഇസ്ലാമിക് റവല്യൂഷൻ ഉണ്ടാക്കി. പേർഷ്യ എന്ന് പറയുന്ന രാജ്യം, ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്ലാമിക് തീവ്രവാദികളുടെ കൈകളിലായി. അവരെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെ തീവ്രവാദത്തിനായിട്ട് ഒരുക്കി ഇസ്രായേലിനെ നിഗ്രഹിക്കാൻ പദ്ധതിയിട്ട് കാര്യങ്ങൾ ഒരുക്കുന്നു. നമുക്ക് മടങ്ങി വരാം. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ രാജ്യം, റഷ്യയോടുകൂടെ മാർച്ച് ചെയ്തു വരുന്ന ആദ്യം പറയുന്ന രാജ്യം പേർഷ്യ. റഷ്യയുടെ ഛായയിലായത്
79 വരെ പാശ്ചാത്യ രാജ്യങ്ങളുടെ പക്ഷത്തായിരുന്ന ഇറാൻ 1979 ഇറാൻ റവല്യൂഷൻ കഴിഞ്ഞിട്ട് റഷ്യയുടെ ഭാഗത്തിലേക്ക് മാറി. റഷ്യയാണ് അവർക്ക് ആയുധം കൊടുക്കുന്നത്, റഷ്യയാണ് അവരുടെ സ്നേഹിതർ. രണ്ടാമത് പറഞ്ഞ രാജ്യം നോക്കാട്ടെ, എസെക്കിയേൽ 38 വാക്യം, കൂശ്യർ. ചില ഭാഷാന്തരത്തിൽ എത്യോപ്യ എന്നാണ്. അതായത് ആഫ്രിക്കയുടെ വടക്ക് കിടക്കുന്ന രാജ്യങ്ങൾ, ഈജിപ്തിന്റെ തെക്ക് മാറിക്കിടക്കുന്ന രാജ്യങ്ങൾ. ആരാണിത്? സുഡാന്, അതുപോലെ തന്നെ എത്യോപ്യ. പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, സുഡാന്റെ വടക്ക് ഭാഗത്തിന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് സുഡാൻ. ആ റിപ്പബ്ലിക് ഓഫ് സുഡാനാണ് ഒസാമ ബിൻ ലാദനെ 5 വർഷം സൂക്ഷിച്ചത്. ഈ സുഡാനാണ് സദാം ഹുസൈൻ സ്കഡ് മിസൈൽ അയച്ചപ്പോൾ സദാം ഹുസൈനെ സപ്പോർട്ട് ചെയ്ത ഏക രാജ്യം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഭീകരവാദത്തിന് കൊടുത്ത രാജ്യമാണ് ആര്? സുഡാൻ. സുഡാൻ നമ്മൾ ഓർക്കണം, ഒസാമ ബിൻ ലാദനെ 5 വർഷം സൂക്ഷിച്ച രാജ്യം, സദാം ഹുസൈനെ സഹായിച്ച രാജ്യം, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത രാജ്യം. നമ്മൾ കണ്ടു സുഡാൻ തീവ്രവാദ. എത്യോപ്യ ഹെയ്ലി സെലാസി ചക്രവർത്തി നാടുകടത്തപ്പെട്ടു, തീവ്രവാദ ഇസ്ലാം ഭരണകൂടം അവിടെ വന്നു. പിന്നീട് പറഞ്ഞ രാജ്യം ഏതാണ്? പൂത്യര്. പൂത്യരെന്ന് പറഞ്ഞ ആരാണ്? ലിബിയ. കേണൽ ഗദാഫി അവിടെ ഭരിച്ചിരുന്നു 2011 വരെ. 2011 കേണൽ ഗദാഫി കൊല്ലപ്പെട്ടു. ഇന്നാരാണ് അവിടെ ഭരിക്കുന്നത്? അവിടെ ഇന്ന് ഭരിക്കുന്നത് ശരിക്കും ISIS ആണ്. എന്താണ് ഈ ISIS? ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ. സിറിയയും ഇറാഖും കൂടെ ചേർന്ന് ഒരു ഇസ്ലാമിക് സാമ്രാജ്യം ഉണ്ടാക്കുന്നതാണ് ISIS. അവരാണ് കേണൽ ഗദാഫി ഭരിച്ചിരുന്ന ഇന്ന് ലിബിയ ഭരിക്കുന്നത്. അൾജീരിയയും ടുണീഷ്യയും ഈ പൂത്യൻ എന്ന് പറയുന്ന വാക്കിൽ ഉൾപ്പെടുമെന്ന് പണ്ഡിതർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അറബ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭാസം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, അത് മറക്കരുത്. അവിടെ ഉണ്ടായ ഈ പ്രശ്നം അതെല്ലാം തീവ്രവാദ രാജ്യങ്ങളായി മാറുവാൻ ഇടയാക്കി മാറ്റി. അവസാനമായി അവിടെ ഒരു പേര് പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കട്ടെ, ഗോമർ. പലരും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് ഗോമർ. ഈ ഗോമർ എന്ന് പറയുന്നതാണ് വേദപുസ്തകത്തിലെ ഗലാത്യർ. നമുക്കൊരു പുസ്തകമുണ്ട്, ഗലാത്യ ലേഖനം. ആ ഗലാത്യർ എന്ന് പറയുന്ന സ്ഥലമാണ് ഗോമർ എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലം ഏതാണ്? മാപ്പിൽ എവിടെയാണ്? ഇന്നത്തെ ടർക്കിയാണ്. തുർക്കി. ആരാ തുർക്കി ഭരിക്കുന്നത്? ടർക്കി ഇസ്രയേലിന്റെ പക്ഷത്തായിരുന്നു. എന്നാൽ AKP എന്ന് പറയുന്ന ഇസ്ലാമിക് പാർട്ടി അവിടെ ഭരണം കൈകൾ കിട്ടി. ഇസ്രയേലിന്റെ ബദ്ധ വൈരാഗികളായി മാറി. തീവ്രവാദ ഇസ്ലാമിക് ഭരണം നടത്തുന്നു. എന്നെ കേൾക്കുന്നവരോട് ഒന്ന് ഞാൻ പറയട്ടെ, റഷ്യയോടുകൂടെ മാർച്ച് ചെയ്തു വരുന്ന രാജ്യങ്ങളെല്ലാം ഇസ്ലാം തീവ്രവാദത്തിന് കൊടുത്ത രാജ്യങ്ങളാണ്. എങ്ങനെ ഇത് പറയാൻ കഴിഞ്ഞു? ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. തീർന്നില്ല. പിന്നീട് ദൈവം പറഞ്ഞു, വടക്കേ അറ്റത്തുള്ള തോഗർ മഗൃഹം. ഏതാണിത്? ആളുകൾക്ക് മനസ്സിലായില്ല. 1991 USSR തകർന്നു. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അരിവാൾ ചുറ്റിക ചെങ്കൊടി അത് താഴ്ത്തിക്കെട്ടി. 1991 അന്ന് 91 ഓഗസ്റ്റ് 30 തൊട്ട് അവിടെ നടന്ന വിപ്ലവത്തിന്റെ ഫലമായി, റഷ്യയുടെ തകർച്ചയുടെ ഫലമായി 7 പുതിയ ഇസ്ലാമിക് രാജ്യങ്ങളുണ്ടായി. റഷ്യയുടെ നോർത്ത് പാർട്ടില് 7 പുതിയ ഇസ്ലാമിക് രാജ്യങ്ങളുണ്ടായി. ആ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അസർബൈജാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജാക്കിസ്ഥാൻ, ടർക്കിമിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ, ചെച്ചൻസ്. അതിൽ ഇവിടെ നമ്മൾ വായിച്ചു, ഇവിടെ വടക്കേ അറ്റത്തുള്ള തോഗർ മഗൃഹം
ബ്രദറെ, എസെക്കിയേൽ 27 എന്നെടുത്ത്. എസെക്കിയേൽ 27:14 വാക്യം. ഇവരാരാണെന്ന് കണ്ടുപിടിക്കാൻ വേദപുസ്തകത്തിൽ ചില ക്ലൂവുണ്ട്. ആരാണ് ഈ തോഗർമ്മ ഗൃഹം? എസെക്കിയേൽ 27:14. എസെക്കിയേൽ 27. തോഗർമ്മ ഗൃഹക്കാർ നിന്റെ ചരക്കിന് പകരം കുതിരകളെയും പടക്കുതിരകളെയും കോവർ കഴുതകളെയും തന്നു. കുതിരകളെ കച്ചവടം ചെയ്യുന്നവരാണ് ഈ തോഗർമ്മ ഗൃഹക്കാർ. ആരാണിത്? റഷ്യയുടെ ടർക്കിഷ് ബ്ലഡ് ഉള്ള ആളുകളാണ്. ഏതാണ്ട് റഷ്യയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജാക്കിസ്ഥാൻ, ടർക്കിമിസ്ഥാൻ, കസാക്കിസ്ഥാൻ 5 പുതിയ രാജ്യങ്ങൾ. വടക്കേ അറ്റത്ത്, നമ്മളെന്നോർത്തെ, ഇസ്രയേലിന്റെ വടക്കേ അറ്റത്ത് കിടക്കുന്ന തോഗർമ്മ ഗൃഹം, ഹൗസ് ഓഫ് തോഗർമ്മ, ടർക്കിഷ് ബ്ലഡ് ഉള്ള ഒരു കുടുംബം രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു. എന്തൊരത്ഭുതമാണ്! ഇതെല്ലാം മുസ്ലിം രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾ റഷ്യയോട് പക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? കാലത്തെ വിലയിരുത്തുവാൻ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏറിയ നാൾ കഴിയണം. കാലം അതിന്റെ അന്ത്യത്തിലെത്തുമ്പോൾ നീയും നിന്നോടുകൂടെ ഒരു കൂട്ടം രാജ്യങ്ങൾ, നീ അവർക്ക് മേധാവിയാകണം. ദൈവം പറഞ്ഞു ഏതൊക്കെ രാജ്യങ്ങളാണ്. നമ്മുടെ കൺമുമ്പിൽ ഞാൻ നിങ്ങൾ ജീവിക്കുന്ന കാലയളവിൽ ഈ രാജ്യങ്ങളെല്ലാം ഇസ്ലാം തീവ്രവാദ രാജ്യങ്ങളായി. അവർ റഷ്യയുടെ പക്ഷത്തിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇനിയും ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഈ അധ്യായം പഠിക്കുമ്പോൾ മുസ്ലിം രാജ്യങ്ങൾ രണ്ടായി തിരിയും. വേറെ ഒരു കൂട്ടം മുസ്ലിം രാജ്യങ്ങൾ ബ്രിട്ടീഷുകാരുടെയും അമേരിക്കക്കാരുടെയും പക്ഷത്തിൽ ചേരും. ആരാണത്? 13-ാം വാക്യം നോക്കി. 13-ാം വാക്യം. 38-ന്റെ 13-ാം വാക്യം. സെബയും ദോദാനും തർശിഷ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത്? കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്ത് കൊണ്ടുപോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനുമാകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും. ഇവിടെ നോക്കിയേ, ഈ ഇസ്ലാമി തീവ്രവാദ രാജ്യങ്ങൾ റഷ്യയോടുകൂടെ അവരുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ വേറൊരു കൂട്ടം ഇസ്ലാമിക് രാജ്യങ്ങൾ ബ്രിട്ടനോടും അമേരിക്കയോടും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇവരോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങള് കൊള്ളയിടാൻ വന്നതാണോ? നമ്മൾ കഴിഞ്ഞ നാളുകളിൽ നിന്ന് വിഭിന്നമായ ഒരു തലമുറയാണ് ഞാനും നിങ്ങളും. അയ്യോ, നെഞ്ചത്ത് കൈവച്ചു പോവുകയാണ്. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ, ഞാനും നിങ്ങളും നമ്മുടെ മക്കളും ജീവിക്കുന്ന കാലത്ത് ഈ വചനം നിവർത്തിക്കുവാൻ കാര്യങ്ങൾ ഒരുക്കപ്പെട്ടത് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. 1948 യുദ്ധം നടന്നു. അറേബ്യ ഇസ്രയേൽ യുദ്ധം 56 നടന്നു, 73 നടന്നു, 82 നടന്നു, 73 നടന്നു, 82 നടന്നു. ഈ യുദ്ധങ്ങളിലെല്ലാം അറേബ്യൻ രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നു ഇസ്രയേലിനെ ആക്രമിക്കാൻ. ഇപ്പൊ നമ്മളൊരു യുദ്ധം കണ്ടു. ഇസ്രയേൽ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെ ബോംബ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാ സൗദിയും UAE-യും ഖത്തറും ബഹ്റിനും ഒക്കെ മിണ്ടാതിരുന്നത്? ഇറാൻ അയച്ച മിസൈലുകൾ ജോർദാൻ തടഞ്ഞു. പല മിസൈലുകൾ. എന്തിനാണ് ഇസ്രയേലിനെ സഹായിക്കുന്നത്? എന്തിനാണ്? കഴിഞ്ഞ എല്ലാ യുദ്ധങ്ങളിലും ഈ അറേബ്യൻ രാജ്യങ്ങൾ ഒന്നിച്ച് ഇസ്രയേലിനെ ആക്രമിച്ചെങ്കിൽ എന്തിനാണ് സൗദിയും UAE-യും ബഹ്റിനും ഖത്തറും ഒക്കെ ഇന്ന് അവര് മൗനമായി നിന്ന് ഇസ്രയേലിന് മൗനമായ സപ്പോർട്ട് കൊടുക്കുന്നത്? ഈ വചനം മൂലമാണ്. ഈ വചനം നടക്കാനാണ്. എന്താ ബ്രദറെ പറയുന്നതെന്ന് ചോദിക്കും. നോക്കാം, നമുക്കൊന്ന് വിലയിരുത്താം. ആരാണ് ഇവിടെ വരുന്നത്? ശെബയും ദദാനും.
ആരാണ് ഈ ശെബയും ദേദാനും? വചനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. നമുക്ക് ഉൽപ്പത്തി പുസ്തകം എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം എടുത്താട്ടെ. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം. ആരാണ് ഈ ശെബയും ദേദാനും? നമുക്ക് നോക്കാം. അബ്രഹാമിന്റെ ഭാര്യ സാറ മരിച്ചു. അതിനുശേഷം അവൻ വേറെ ഒരുത്തിയെ ഭാര്യയായിട്ട് എടുത്തു. ഭാര്യ എന്ന് അവിടെ വായിക്കുന്നു. അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾക്ക് കെത്തൂറ എന്ന് പേർ. അവൾ സിമ്രാൻ, യൊക്താൻ, മേദാൻ, മിദ്യാൻ, ഇസ്ബാൻ, ശൂവഹ് എന്നിവരെ പ്രസവിച്ചു. 6 മക്കളെ, ആൺമക്കളെ കെത്തൂറ അബ്രഹാമിൽ പ്രസവിച്ചു. രണ്ടാമത്തെ മകന്റെ പേരാണ് യൊക്താൻ. വളരെ പ്രാധാന്യത അർഹിക്കുന്നു. 3-ാം വാക്യം നോക്കിയാട്ടെ. യൊക്താൻ ആരെ പ്രസവിച്ചു? യൊക്താന്റെ മക്കളാണ് ആര്? ശേബയും ദേദാനും. അപ്പോ കെത്തൂറയുടെ മകനാണ് യൊക്താൻ. യൊക്താന്റെ മക്കളാണ് ആര്? ശേബയും ദേദാനും. ഇനി ആരാണ് ഈ രാജ്യം? ഈ രാജ്യം ആരാണ്? നമുക്ക് നോക്കാം. അതിന്റെ 5-ാം വാക്യം ബ്രദർ ഒന്ന് വായിച്ചേ. എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസ്ഹാക്കിന് കൊടുത്തു. അബ്രഹാമിനറിയാം ഇസ്ഹാക്കാണ് വാഗ്ദത്ത സന്തതി. ദൈവം പറഞ്ഞു, ഈ ഭൂമി നിനക്കും നിന്റെ സന്തതിക്കുമുള്ളതാണ്. ആ ദേശം, ഇസ്രായേലിന്റെ ദേശം, പലസ്തീന്റെ ദേശം അബ്രഹാം ജീവിച്ചിരിക്കുമ്പോൾ ഇസ്ഹാക്കിന് കൊടുത്തു. ഈ പിള്ളേർക്കൊക്കെ എന്ത് കൊടുത്തു? 6-ാം വാക്യം നോക്കിയാട്ടെ. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസ്ഹാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്ക് ദേശത്തേക്ക് അയച്ചു. ഈ 6-ാം വാക്യത്തിൽ വെപ്പാട്ടികളുടെ മക്കളെന്നാണ്, ബഹുവചനമാണ്, കൺകുവീൻസ്. നമുക്കറിയാം വചനത്തിൽ നിന്ന് സാറ ഭാര്യയായിരുന്നു. പിന്നീട് 2 വെപ്പാട്ടികൾ, ഒന്ന് ഹാഗർ, മറ്റൊന്ന് കെത്തൂറ. ഹാഗറിൽ ഇസ്മായിൽ ഉണ്ടായി. ഇസ്മായിലിന് നമ്മള് 14 തൊട്ടുള്ള വാക്യം 25-ന്റെ 14 തൊട്ട് വായിച്ചാൽ 16-ാം വാക്യത്തിൽ വായിക്കുന്നു 12 മക്കളുണ്ടായി. യാക്കോബിന് 12 മക്കളുണ്ടെന്ന് നമുക്കറിയാം. ഇസ്മായിലിനും 12 മക്കളുണ്ട്. ഈ 12 മക്കളും കെത്തൂറയുടെ മക്കളും ഇവർക്കൊക്കെ അബ്രഹാം ഏത് സ്ഥലമാ കൊടുത്തത്? പ്രസന്റ് കൊടുത്തേ ഉള്ളൂ, ദാനങ്ങൾ കൊടുത്തു. എങ്ങോട്ടാ അയച്ചത്? ഇസ്ഹാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്കേ ദേശത്തിലേക്ക് അയച്ചു. നിങ്ങളുടെ ബൈബിളിന്റെ പുറകിൽ ഒരു മാപ്പ് ഉണ്ടല്ലോ. ആ ഇസ്രായേലിന്റെ മാപ്പ് എടുത്തിട്ട് നിങ്ങൾ നോക്കിയേ. ഇസ്രായേലിന്റെ കിഴക്ക് കിടക്കുന്ന രാജ്യം ഏതാണ്? അറേബ്യൻ പെനിൻസുലയാണ്, അറേബ്യൻ മരുഭൂമിയാണ്. അബ്രഹാം അങ്ങോട്ട് അയച്ചു. അങ്ങോട്ട് അയച്ചതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ ആ കാരണങ്ങൾ എടുക്കുന്നില്ല. അബ്രഹാമിന്റെ വംശത്തിൽപ്പെട്ടവരവിടെ ഉണ്ട്. ഓൾറെഡി യൊക്താന്റെ മക്കളൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ മക്കളെ കിഴക്കോട്ട് അയച്ചു. അതായത് ഇസ്രായേലിന്റെ കിഴക്കിടക്കുന്ന സ്ഥലം അറേബ്യൻ പെനിൻസുല. എന്റെ പ്രിയപ്പെട്ടവരെ, അവർ താഴോട്ട് യമന്റെ പ്രദേശം വരെ മരുഭൂമിയിലൂടെ കുടിയിരുന്നു. ആ സ്ഥലങ്ങൾ ഏതാണ്? സൗദി അറേബ്യ, ഒമാൻ, UAE, ബഹ്റൈൻ, ഖത്തർ. ഈ രാജ്യങ്ങളാണ് ഇവിടെ വായിച്ച ഈ കിഴക്കുള്ള രാജ്യങ്ങൾ. ഈ കിഴക്കോട്ട് അയച്ച ശേബയുടെയും ദേദാന്റെയും സന്തതികളാണ് ആര്? ഇന്നത്തെ ഈ നമ്മൾ കാണുന്ന സൗദി അറേബ്യ, UAE ആളുകൾ, ഒമാന്റെ ആളുകൾ, ബഹ്റിലെ ആളുകൾ. നിങ്ങളൊരു കാര്യം പ്രത്യേകം ഓർക്കുക, ഈ രാജ്യങ്ങളാണ്, ഈ രാജ്യങ്ങളാണ് ഞാൻ നിങ്ങൾ ജീവിക്കുമ്പോൾ 2020 ഓഗസ്റ്റിൽ അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞ് ഈ രാജ്യങ്ങൾ ഇസ്രായേലിനോട് ഒരു നയതന്ത്ര ബന്ധത്തിന്റെ ഉടമ്പടി ഉണ്ടാക്കി. വണ്ടർഫുൾ, വണ്ടർഫുൾ, അത്ഭുതം. ഞാൻ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ തിരുവചനത്തിൽ വായിച്ച പോലെ എസെക്കിയേൽ പ്രവചനം 38-ന്റെ ആ 6-ാം വാക്യത്തിലൊക്കെ വായിച്ച പോലെ പേർഷ്യയും
ആ രാജ്യങ്ങളൊക്കെ തീവ്രവാദ ഇസ്ലാം രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളൊക്കെ റഷ്യയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്തുള്ള രാജ്യങ്ങൾ ആരുടെ പക്ഷമാണ്? തർശീശ് വർത്തകന്മാരാണ്. ആരാണ് ഈ തർശീശ് വർത്തകന്മാർ? എസെക്കിയേൽ പ്രവചനം എടുക്കാം. എസെക്കിയേൽ പ്രവചനം 27-ാം അധ്യായം നോക്കാട്ടെ. എസെക്കിയേൽ പ്രവചനം 27-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 27-ന്റെ-12 നോക്കിക്കോളെ. അവരെന്തുവാ കച്ചവടം ചെയ്യുന്നതെന്ന് നോക്കിക്കോണേ. തർശീശ് സകലവിധ സമ്പത്തിന്റെയും പെരുപ്പം നിമിത്തം നിന്റെ വ്യാപാരിയായിരുന്നു. വെള്ളി, ഇരുമ്പ്, വെള്ളീയം, കരിയം എന്നിവ അവർ നിന്റെ ചരക്കിന് പകരം തന്നു. യാവാൻ മതി. തർശീശ് വ്യാപാരം ചെയ്തത് ഇരുമ്പ്, വെള്ളിയം, കാരിയം ഇതായിരുന്നു കച്ചവടം ചെയ്തത്. സോരുമായി കച്ചവടം ചെയ്തു കപ്പലുകളിൽ. ബ്രിട്ടൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ബാരിറ്റാനിയ, ടിൻ മെർച്ചന്റ്സ്. അവരാണ് ലോകത്തിൽ ഈയം കച്ചവടം ചെയ്തവര്, ഇരുമ്പ് കച്ചവടം ചെയ്തവര്. നമുക്കറിയാം ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ, ബാരിറ്റാനിയ, ഇരുമ്പ് കച്ചവടക്കാരുടെ എൻസൈക്ലോപീഡിയ. ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ ഈ വ്യാപാരം ചെയ്തവരാണ്. അവരുടെ ബാലസിംഹങ്ങൾ, തർശീശ് വർത്തകന്മാരും അതിന്റെ ബാലസിംഹങ്ങളും. ആരാണ് ഈ ബാലസിംഹങ്ങൾ? പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ലോകത്തിൽ അമേരിക്ക എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ടായിരുന്നോ? അങ്ങനെ ഒരു സ്ഥലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന അമേരിക്ക, ആരവിടെ ജീവിച്ചിരുന്നത്? അമേരിക്കയിൽ ജീവിച്ചിരുന്ന റെഡ് ഇന്ത്യൻസ് ആണ്. എന്നാൽ ഇപ്പൊ നമ്മൾ കാണുന്നു ആരാ? വെള്ളക്കാരാ. ഈ വെള്ളക്കാരെന്നാ അവിടെ കുടിയേറിയത്? 17-ാം നൂറ്റാണ്ടിൽ ഏതാണ്ട് 37 ദശലക്ഷം ബ്രിട്ടീഷുകാർ കുടിയേറി ഉണ്ടായതാണ് അമേരിക്ക. അമേരിക്ക എന്ന് പറയുന്നത് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യമല്ല, കുടിയേറി ഉണ്ടായ രാജ്യമാണ്. 17-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിന്ന് 37 ദശലക്ഷം ആളുകൾ കുടിയേറി. ഓസ്ട്രേലിയ ആരാണ്? 1788 11 കപ്പൽ സിഡ്നിയിൽ ചെന്ന് ലാൻഡ് ചെയ്തു. ബ്രിട്ടനിൽ നിന്ന് സിഡ്നി ഹാർബറിൽ. ബ്രിട്ടീഷുകാരാണ് ഓസ്ട്രേലിയയിലും. ഇവിടെ നമ്മൾ വായിച്ചത് കണ്ടോ? തർശീശ് വർത്തകന്മാരും അതിന്റെ ബാലസിംഹങ്ങളും. പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഗൾഫിലൊക്കെ ജോലി ചെയ്ത ഒരുപാട് പേരുണ്ട് ഇവിടെ. പ്രിയപ്പെട്ട നിങ്ങൾക്ക് കുറച്ചുകൂടെ അറിയാം. നിങ്ങൾക്കറിയാം ഗൾഫിലെ ഓയിൽ കമ്പനികൾ ആരുടേതാ? ഒന്നുകിൽ ബ്രിട്ടീഷുകാരുടെ, അല്ലെ അമേരിക്കക്കാരുടെ. ബ്രിട്ടനും അമേരിക്കയുമാണ് മധ്യപൂർവ്വദേശത്ത് ഓയിൽ കണ്ടുപിടിച്ച് ഓയിൽ കമ്പനികൾ. ആ രാജ്യങ്ങൾ ഈ മധ്യപൂർവ്വദേശത്തിലെ സൗദിയോടും UAE-യോടും ബഹ്റിനും ഖത്തറിനോടും ഒക്കെ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. ഈ രാജ്യങ്ങൾ ബ്രിട്ടനോടും അമേരിക്കയോടും ചേർന്ന് സൈനികമായി നിൽക്കുമ്പോൾ മറുഭാഗത്ത് റഷ്യ 2600 വർഷം മുമ്പ് സർവജ്ഞാനിയായ ഒരു ദൈവം ഏറിയ നാൾ കഴിഞ്ഞിട്ട് കാലത്തിന്റെ അന്ത്യത്തിൽ ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് 2 പക്ഷത്തെ ദൈവം കാണിച്ചത്. ഇസ്ലാമിക് രാജ്യങ്ങൾ 2ആയി തിരിയും. 2020 എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്ന 2025 5 വർഷം മുമ്പ് ഈ ചേരിതിരിവുണ്ടായി. അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞ് 2 പക്ഷമായി ആശ്ചര്യമായി ഇങ്ങനെ ഈ പക്ഷങ്ങളായി മാറി. എനിക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. ബാളദൈവം അനുവദിച്ചാൽ അവൻ തരുന്ന പ്രേരണയ്ക്കനുസരിച്ച് ഞാൻ എടുക്കാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ വായിച്ചു, ഇൻ ദ ലേറ്റർ ഡേയ്സ്. എത്ര നാളിനിയുണ്ട്? എത്ര നാളുണ്ട്? സഹോദരന്മാരെ, എത്ര നാളുണ്ട്? ഈ വചനം 2600 വർഷം മുമ്പ് എഴുതി വെച്ചിട്ട് അത് നിവർത്തിക്കപ്പെടാൻ കൃത്യമായി
ഈ രാഷ്ട്രീയ ചേരികൾ, റഷ്യയുടെ നേതൃത്വത്തിലുള്ള തീവ്രവാദ രാജ്യങ്ങളും ബ്രിട്ടന്റെയും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം രാജ്യങ്ങളും മിതവാദികളായ ഇസ്ലാമിക് രാജ്യങ്ങളും രണ്ടായി തിരിഞ്ഞു കഴിഞ്ഞു. ഏറിയ നാൾ കഴിയണം, 2600 വർഷങ്ങൾ കഴിഞ്ഞു. അന്ത്യകാലത്ത്, ഇൻ ദ ലേറ്റർ ഡേയ്സ്, പിന്നെന്താ ഇത് നടക്കാത്തത്? ഇത് നടക്കാത്തതിന് ഒരു കാരണമുണ്ട്. ഞാനും നിങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഇത് നടക്കില്ല. ഞാനും നിങ്ങൾ ഇവിടെ നിന്ന് മാറ്റപ്പെടണം. ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മളിവിടെ നിന്ന് പോകേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. നമുക്കൊരു എക്സ്റ്റൻഡഡ് ടൈം തന്നിരിക്കുക. നമ്മൾ എന്നേ ഇവിടെ നിന്ന് പോകേണ്ടതാ? ബൈബിളിന്റെ പ്രവചന നിവൃത്തികൾ ശ്രദ്ധിച്ചാൽ എന്നേ നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടതാ. എന്നാൽ നമ്മൾ പോകാത്തതിന്റെ കാരണം ദൈവസഭയുടെ പണി തീർന്നിട്ടില്ല. അവസാനത്തെ വ്യക്തി കൂടെ രക്ഷിക്കപ്പെടണം. ദൈവത്തിന് അറിയാം ജാതികളുടെ പൂർണ്ണസംഖ്യ എത്രയാണ്. ഇനിയും ചിലർ കൂടെ രക്ഷിക്കപ്പെടാനുണ്ട്. അവർ കൂടെ ദൈവത്തിന്റെ കൺമുമ്പിൽ വരുമ്പോൾ, രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ മധ്യാകാശത്തിൽ ഒരു കാഹളം ധ്വനിക്കും. നമ്മൾ ജീവനോടിരിക്കുന്ന നമ്മൾ കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെട്ട് ഇവിടെ നിന്ന് നമ്മൾ മാറ്റപ്പെട്ട് എടുത്തുകൊള്ളപ്പെടും. സമയം അതിക്രമിച്ച് കിടക്കുന്ന കാലഘട്ടം. ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ദൈവഹിതമാരാഞ്ഞ് കർത്താവ് നമ്മളെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു അത് മാത്രം ചെയ്തുകൊണ്ട് ജീവിതത്തിന്റെ ശിഷ്ടമുള്ള ദിവസങ്ങൾ ചെലവഴിക്കാം. ചില ആത്മാക്കളെ തീയിൽ നിന്ന് വലിച്ചെടുക്കാം. ചിലരെ കർത്താവിനോട് അടുപ്പിക്കാം. നമ്മുടെ ജീവിതം കുറച്ചുകൂടെ പ്രകാശിതമായി തീരുവാൻ അവനോട് കുറച്ചുകൂടെ നമുക്ക് അടുക്കാം. നമ്മളെ തന്നെ ഒരുക്കാം. ദൈവമക്കളായി നമുക്ക് ഒരുങ്ങുവാനൊരു കാലഘട്ടം തന്നിരിക്കുന്നു. എന്നാൽ ഞങ്ങളെ കേൾക്കുന്നവരോട് ഞങ്ങൾ പറയട്ടെ, രക്ഷിക്കപ്പെടാതെ ആരെങ്കിലും ഇന്നുണ്ടെങ്കിൽ, ഞങ്ങളെ കേൾക്കുന്ന ഒരാളെങ്കിലും രക്ഷിക്കപ്പെടാതെ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, നിങ്ങൾ വളരെ അപകടപൂർണമായ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. യേശുക്രിസ്തു വന്ന് തന്റെ ജനത്തെ ചേർക്കാൻ സമയം അതിക്രമിച്ച് കിടക്കുകയാണ്. ഏത് സമയത്തും അവർ ഇവിടെ നിന്ന് പോകും. പിന്നെ നിങ്ങൾ രക്ഷിക്കപ്പെടില്ല. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നവർക്ക് ന്യായവിധി വരേണ്ടതിന് ഭോഷ്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കും. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ടും ദൈവം നിങ്ങളെ മാടി വിളിച്ചിട്ടും നിങ്ങൾ കടന്നു വരുന്നില്ലെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെടാൻ മനസ്സില്ലെങ്കിൽ, നിങ്ങൾ ഭോഷ്ക് വിശ്വസിക്കാൻ വ്യാജത്തിന്റെ വ്യാപാര ശക്തി ദൈവം അയക്കും. ഞാനൊരു വാക്കോർപ്പിച്ചോട്ടെ, ദൈവത്തിന്റെ ന്യായവിധി ഭയങ്കരമായിരിക്കും. കാരണം തന്റെ പുത്രനെ കരുണ കൂടാതെ നമ്മുടെ പാപത്തിന് വേണ്ടി ശിക്ഷിച്ചു. യാതൊരു കരുണയും കാണിക്കാതെ, ലവലേശം ദയ കാണിക്കാതെ തന്റെ പുത്രനെ ദൈവം ന്യായം വിധിച്ചു. ഞാനത് ഓർപ്പിക്കാനായിട്ട് ഇവിടെ ഇരുന്നപ്പോൾ എന്റെ മനസ്സിൽ ഒരു കാര്യം ഓടി വന്നു. ഞാൻ അതുകൂടെ പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗമാണ് പഴയ നിയമ ഏടുകളിലെ യാഗങ്ങൾ. നമ്മുടെ കർത്താവിന്റെ പരമയാഗത്തെ വരച്ചു കാണിക്കുകയാണ് ഓരോ യാഗങ്ങളും. ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി എന്തായി തീർന്നു? പിതാവായ ദൈവം നാളുകൾക്ക് മുമ്പ് തന്റെ പുത്രന്റെ മരണം, ഏത് വിധത്തിൽ അവൻ മരിക്കുമെന്നുള്ളതും അവന്റെ മരണത്തിന്റെ ഭീകരത്വമൊക്കെ ഈ യാഗങ്ങളിലൂടെ ദൈവം വരച്ചു കാണിച്ചു. അവൻ പരമയാഗമായി തീർന്നു. യാഗങ്ങളിൽ ദൈവം പറഞ്ഞു, ഇന്ന ഇന്ന മൃഗത്തെ ഉപയോഗിക്കണം, ഇന്ന പക്ഷിയെ ഉപയോഗിക്കണം. നിങ്ങളിത് വിലയിരുത്തി പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. യാഗത്തിന് അനുവദിക്കപ്പെട്ട ഒരു പക്ഷിയേ ഉള്ളൂ, അത് പ്രാക്കളാണ്. വേറെ ഒരു പക്ഷിയും ദൈവം യാഗങ്ങളിൽ അർപ്പിക്കാൻ അനുവദിച്ചില്ല. എന്തുകൊണ്ടാണ്? തന്റെ പുത്രനെ വരച്ചു കാണിക്കാൻ ഒന്നുകിൽ ആട്, അല്ലെങ്കിൽ ശുദ്ധമായ മൃഗം, അല്ലെങ്കിൽ പറവുകൾ. നിങ്ങൾ ദരിദ്രനാണെങ്കിൽ നിങ്ങൾക്ക് പറവുകളിൽ നിന്ന് അർപ്പിക്കാം, പ്രാക്കളോ കുറുപ്രാക്കളോ അർപ്പിക്കാം. നിങ്ങൾക്കറിയാം, പ്രാക്കൾ ശുദ്ധിയുള്ള പക്ഷിയാണ്. പ്രാവ് സമാധാനത്തിന്റെ എംബ്ലമാണ്. ലോകത്തിൽ പീസ് എന്ന് പറയുമ്പോൾ ചിറക് വിടർത്തി നിൽക്കുന്ന പ്രാവാണ് സാധാരണ കാണിക്കുന്ന അടയാളം. കാരണം പ്രാക്കള് മറ്റു പക്ഷികൾ വന്ന് കൊത്തിയാൽ തിരിച്ചു കൊത്തില്ല. അത് സമാധാനത്തിന്റെ ഒരു എംബ്ലം, ഒരു അടയാളമായി മാറി. ശുദ്ധിയുള്ള പക്ഷിയാണ്. എത്ര വേണമെങ്കിലും പ്രാവിനെ കുറിച്ച് ചിന്തിക്കാം. അത് നിഷ്കളങ്ക ജീവിയാണ്. ഒരു നിമിഷം
ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് ഞാൻ വരികയാണ്. ഈ 1-ാം അധ്യായത്തിൽ വരുമ്പോൾ 11-ാം വാക്യം നോക്കുക. യാഗമൃഗത്തെ യാഗപീഠത്തിന്റെ വടക്ക് വശത്ത് വെച്ച് അറുക്കണം. കാളയാണെങ്കിലും ആണാണെങ്കിലും യാഗപീഠത്തിന്റെ വടക്ക് വശത്ത് വെച്ച് അറുക്കണം. ദേവാലയത്തിൽ വളരെ മൂർച്ചയേറിയ കത്തിയുണ്ട് അതിനെ അറക്കാൻ. എന്നാൽ പ്രാക്കളും കുറുപ്രാക്കളും, കൊച്ചു പ്രാവിന്റെ കുഞ്ഞ്, അതിനെ എങ്ങനെയാ കൊല്ലുന്നത്? ഈ കത്തി കൊണ്ട് അതിന്റെ കഴുത്തങ്ങ് അറുത്താ മതി. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കാട്ടെ. 15-ാം വാക്യം, 14 തൊട്ട് വായിക്കാം. യഹോവയ്ക്ക് അവന്റെ വഴിപാട് പറവുകളിൽ ഒന്നിനെ ആകുന്നെങ്കിൽ അവൻ കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ വഴിപാടായി കൊണ്ടുവരണം. 15-ാം വാക്യം, പുരോഹിതൻ അതിനെ യാഗപീഠത്തിന് അടുക്കൽ കൊണ്ടുവന്ന് തല പിരിച്ചു പറിച്ച് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അതിന്റെ രക്തം യാഗപീഠത്തിന്റെ പാർശ്വത്തിൽ പിഴിഞ്ഞു കളയണം. എന്തിനാ ദൈവം ഇങ്ങനെ പറഞ്ഞത്? കൊച്ചു പ്രാവിന്റെ കുഞ്ഞ്, എന്ത് മനോഹരമാ അതിനെ കാണാൻ. ആ പ്രാവിന്റെ കുഞ്ഞിനെ കൊല്ലുവാൻ യാഗമർപ്പിക്കുമ്പോൾ അതിന്റെ കഴുത്ത് കത്തി കൊണ്ടല്ല അറുക്കുന്നത്. പുരോഹിതനെ തല പിരിച്ചു പിരിച്ചു പിരിച്ച് പറിച്ചെടുക്കണം. ഒരു കാടത്തരം, ഭയങ്കരം ഭയങ്കരം വേദനാജനകമായ ഒരു വിധത്തിൽ ആ കൊച്ചു കുഞ്ഞിനെ കൊല്ലുകയാണ്. പക്ഷേ ദൈവം ഒരു കാര്യം പറയുന്നു. തന്റെ മാർവിൽ വസിച്ച ദൈവത്തിന്റെ പുത്രൻ, ആകാശത്ത് വിഹരിച്ച ദൈവത്തിന്റെ പുത്രൻ, അവനെ നമുക്ക് യാഗമായി നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി നൽകിയപ്പോൾ ദൈവം യാതൊരു കരുണയും കാണിച്ചില്ല. അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. പരമയാഗമായി ക്രൂശിൽ തീരുകയാണ്. മനുഷ്യനല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപമാക്കപ്പെട്ടു. ഉറക്കെ കരഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടതെന്ത്? ദൈവത്തിന്റെ പുത്രൻ ആ വിധത്തിൽ കരുണയില്ലാതെ, അവൻ യാതൊരു ദൈവം കാണിക്കാതെ ഭയങ്കരമായ ശിക്ഷയിലൂടെ കടന്നുപോയത് എന്റെ പാപവും നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. ഈ വിധത്തിൽ ദൈവത്തിന്റെ പുത്രനെ ശിക്ഷിച്ച് നമുക്ക് രക്ഷ ഒരുക്കി തന്നിട്ട് അവനെ സ്വീകരിപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലേ? 100% നിങ്ങളത് സ്വീകരിക്കാതിരുന്നാൽ, നിങ്ങളുടെ ഹൃദയം തുറന്ന് കർത്താവേ, എന്റെ പാപത്തിന് വേണ്ടിയാണ് നീ മരിച്ചത്, നീ കഷ്ടങ്ങൾ അനുഭവിച്ചത് എന്റെ പാപം മൂലമാണ്, എന്നെ രക്ഷിപ്പാനാണ് ക്രൂശിൽ നീ ചോര ചിന്തിയത്, ഈ രാത്രിയിൽ ഞാനത് വിശ്വസിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങളത് സ്വീകരിക്കുന്നില്ലെങ്കിൽ, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറയുവാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും. അങ്ങനെ സംഭവിക്കാതിരിപ്പാൻ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഈ രാത്രിയിൽ രക്ഷിക്കപ്പെടാതുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് ഇവിടെ നിന്ന് പോകാവൂ. അവന്റെ സന്നിൽ വരുന്നവരെ ഒരു നാളും കൈവിടില്ല. ഈ കർത്താവിന്റെ അടുക്കൽ വരിക. രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് പറയട്ടെ, നമുക്ക് ഒരു എക്സ്റ്റൻഡഡ് ടൈം ദൈവം തന്നിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് എപ്പോൾ വേണമെങ്കിലും വരാം. ഉണർന്ന് സുബോധമായി ജീവിക്കാം, സമയങ്ങളെ വീണ്ടെടുക്കാം, കർത്താവിന് വേണ്ടി ചിലതെങ്കിലും ചെയ്യാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. വളരെ അനുഗ്രഹീതമായ നിമിഷങ്ങളാണ് നമ്മെ വിട്ട് കടന്നുപോയത്. വിശുദ്ധ വേദപുസ്തകം എത്ര കൃത്യമായിട്ടാണ് ദൈവം ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തികളെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നാം ആ തിരുവചന സത്യങ്ങൾ ഇതുവരെയും ശ്രദ്ധിക്കുകയായിരുന്നു. നാം എത്ര കരുതലോടെ, എത്ര ശ്രദ്ധയോടെ നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കണം. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വളരെ പ്രത്യാശയോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം. ഒപ്പം ഒടുവിൽ ശ്രദ്ധിച്ചതുപോലെ ആ പ്രാവ് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിഴലായി നിൽക്കുന്നു. ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയിർത്തെഴുന്നേറ്റ ആ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമോ? ഒരുപക്ഷെങ്കിൽ കർത്താവ് തന്റെ വരവ് താമസിച്ചത് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയാകാം. ആ കർത്താവിനെ വിശ്വസിച്ച്
പാപമോചനം പ്രാപിച്ച് ദൈവമക്കളായി തീരുവാൻ ഇന്ന് രാത്രിയിൽ നിങ്ങൾ തയ്യാറാകുമോ? അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ. മരണത്തിന് മുൻപ് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ ആത്മാർത്ഥ സവിനയം ഹൃദയത്തിലേക്ക് രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമോ? കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്. എന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ് അങ്ങ് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത്. അങ്ങന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. എന്നെ അങ്ങയുടെ മകനായി മകളാക്കി തീർക്കണമേ എന്ന് ആത്മാർത്ഥ സവിനയം പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ ഈ സ്നേഹവാനായ ദൈവം, കരുണയുള്ള ദൈവം നിങ്ങളെ കൈക്കൊണ്ട് ദൈവത്തിന്റെ മക്കളാക്കി തീർക്കും. ആ കർത്താവിന്റെ മണവാട്ടി വർഗത്തിന്റെ അംഗങ്ങളായി നിങ്ങൾ തീരും. ആ നിങ്ങളെ ചേർക്കുവാൻ കർത്താവിത കടന്നു വരുന്നു. ദൈവജനമേ, നമുക്കും പ്രത്യാശയോടുകൂടെ സന്തോഷത്തോടുകൂടെ കർത്താവിനെ നമുക്ക് എതിരേൽക്കാം. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ വർഗീസ് എബ്രഹാം മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷകൾ ഇവിടെ സമാപിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ രാത്രിയുടെ ആദ്യ യാമത്തിൽ അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ കടന്നു വന്ന് ദൈവവചനത്തിന്റെ മുൻപാകെ ഇരിപ്പാൻ തന്ന വിലയേറിയ സാവകാശത്തിനായി നന്ദിയോടെ ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ഇന്നും സ്നേഹിക്കുന്നു എന്നുള്ളത് വീണ്ടും രുചിച്ചറിയുവാൻ തിരുമേനിയുടെ അനുവദിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് പോലെ ഇവിടെ നടക്കുന്ന ഈ യോഗങ്ങളുടെ ആദ്യ രാത്രിയിൽ കർത്താവിന്റെ ദിവ്യ സാന്നിധ്യത്തിന്റെ മറവിൽ എളിവരെ സൂക്ഷിച്ചതിനാൽ നന്ദിയോടെ ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. ദൈവവചനം ശ്രദ്ധിപ്പാനായിട്ട് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന വചനങ്ങൾ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്നതിനും കർത്താവിനെ രക്ഷിതാവായി അംഗീകരിക്കുന്നതിനും പലർക്കും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ശക്തിയോടെ ശുശ്രൂഷിപ്പാൻ അവിടുത്തെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ, അതിനായും നന്ദിയോടെ ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനം ധാരാളമായി അവിടുത്തെ ദാസന് നൽകിയതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ തന്റെ പ്രവർത്തനങ്ങളെ തിരുമേനി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, അതിനായും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ വരവേറ്റവും അടുത്തിരിക്കുന്നു എന്ന് ഞങ്ങളിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾ കേട്ടത്. കർത്താവെ, ഞങ്ങൾ ഉണർന്ന് ജാഗ്രതയുള്ളവരായി, കർത്താവിനെ സ്നേഹിക്കുന്നവരായി, കർത്താവ് ഞങ്ങൾക്ക് തരുന്ന നാളുകൾ നന്ദിയുള്ളവരായി, വിശ്വസ്തരായി ജീവിപ്പാൻ ഇവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും തിരുമേനി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ ശുശ്രൂഷകൾ ചെയ്ത് അവിടുത്തെ മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രകൃതിയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. മഹത്വമെല്ലാം ഞങ്ങൾ തിരുമേനിക്ക് തരുന്നു. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നാളെയും കടന്നു വന്ന് ദൈവവചനം ശ്രദ്ധിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. സകല മഹത്വവും തിരുമേനിക്ക് തരുന്നു. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഏവരോടും ദൈവവചനം ശുശ്രൂഷിച്ച അവിടുത്തെ ദാസനോടും കൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.